ഡോക്ടർ സുകുമാർ അഴീക്കോട് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഭാരതീയ പ്രഭാഷണ പരമ്പരയുടെ 2024 പ്രഭാഷണത്തിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഈ വേദി ഈ വർഷത്തെ ഭാരതീയ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം ആദരണീയനായ ശ്രീ കെ ജയകുമാർ IAS അവர்களാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സുകുമാർ അഴീക്കോട് ട്രസ്റ്റിന്റെ സെക്രട്ടറി ഡോക്ടർ പോൾ മണലിൽ അവர்களാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് ആധുനിക വിചാരശില്പികൾ എന്ന ഫാദർ ഡോക്ടർ കെ ജോർജിന്റെ പുസ്തക പ്രകാശനം നിർവഹിക്കപ്പെടുന്നു. ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ ഡോക്ടർ പോൾ മണലിനെ ക്ഷണിക്കുന്നു.
പരിപാടിയിൽ മോള് ക്ഷണിച്ചപ്പോൾ ഒരിക്കലും വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെയും വരിക എന്നുള്ളതേ ഉള്ളൂ. അത് എങ്ങനെ എന്ന് മാത്രമേ ഉണ്ടായി. എന്താ എങ്ങനെ? അങ്ങനെയാണ് ഇന്ന് പരിപാടിയിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എത്തിയത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അഴീക്കോട് ഫൗണ്ടേഷന്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അഴീക്കോട് മാഷിനെ പറ്റി ഓർക്കാനും അദ്ദേഹത്തിന്റെ ഒരിക്കലും മങ്ങാത്ത ആ മുഖം, എന്താണ് ആ ഭാഷ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അതൊക്കെ ഓർത്തെടുക്കാൻ ഒരു പ്രത്യേക സന്ദർഭം കൂടി സംജാതമാവുന്നു. ഇന്ന് കേരളം എല്ലാ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ നമ്മളെ വിട്ടുപോയവരിൽ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ അങ്ങനെ പോകാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അഴീക്കോട് മാഷിനെയാണ്. ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ മാഷുണ്ടായിരുന്നെങ്കിലെന്ന് ഓർത്തുപോയി. എന്താണ് അങ്ങനെ ഓർക്കാൻ കാരണം? കാരണം ധീരതയായിരുന്നു അഴീക്കോട് മാഷിന്റെ ആത്മമുദ്ര, ധൈര്യം. ആ ധീരതയുടെ ഉറവ പലയിടത്തും നമ്മൾ തേടണം. സ്വഭാവത്തിന്റെ ദൈർഘ്യം, അദ്ദേഹത്തിന്റെ ഒരു സ്വയം പരിശീലനമാണ്. ഗാന്ധിജിയോടുള്ള ബന്ധം, പ്രഭാഷണ കലയിൽ അദ്ദേഹം ഗുരുവായി അംഗീകരിച്ചിട്ടുള്ള ആത്മരാനന്ദ ഗുരുദേവന്റെ സ്വാധീനം, കേരളീയ നവോത്ഥാനത്തെ പറ്റി ആഴത്തിൽ അറിഞ്ഞ ഒരു വ്യക്തി, ശ്രീനാരായണ ദർശനങ്ങളിലുള്ള അവഗാഹം, ഭാരതീയ ചിന്തയിലുള്ള അറിവ്, തത്വമസി പോലെ അദ്ദേഹത്തിന്റെ ദശോപനിഷത്തുകളിൽ അദ്ദേഹം നടത്തിയ വളരെ ഗഹനമായിട്ടുള്ള ഗവേഷണം തുടങ്ങി ഭാരതീയ മനസ്സും ആ മനസ്സിന്റെ ധാർമ്മികമായ നിലപാടുകളും ഇത്രയേറെ നെഞ്ചിലെറ്റിയ ഒരു ചിന്തകൻ കേരളം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. വെറുതെ നെഞ്ചിലേറ്റിയാൽ പോരാ, നെഞ്ചിലേറ്റിക്കൊണ്ട് വെറുതെ നടന്നാൽ പോരാ. ഉള്ളിലുള്ളത് മറ്റുള്ളവരോട് ഏറ്റവും ധീരമായ ഭാഷയിൽ പറയാനും ആ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒന്ന് ഛേദമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ള ധൈര്യം, സത്യം പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ പൊള്ളണം എന്ന് പറയാനുള്ള ധൈര്യം, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നേടാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് സാഗര ഗംഭീരമാർന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് നമ്മളെ ഉലകമണിയിച്ച അഴീക്കോട് മാഷ്. നിങ്ങൾ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം അഴീക്കോട് മാഷ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആ ശബ്ദത്തിന് പകരം വയ്ക്കാൻ ഒരു ശബ്ദവും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്കെല്ലാം പരിമിതികളുണ്ട്, നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള ഭയങ്ങളുണ്ട്. അതിന്റെ പേരെ വലിയ ഭയമൊന്നും ഇല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന കുപ്പായത്തെ ലേശം ഭയം, വേറെ ഭയമൊന്നും ബാധമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരാളാണ് വളരെ കാലമായി. എത്രയോ പ്രഭാഷകരുണ്ട്, നമുക്ക് എത്രയോ ചിന്തകന്മാരുണ്ട്. പക്ഷേ അഴീക്കോടിന്റെ ആർജവം ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ചിന്തകന്മാരെ ഞാനിന്ന് കാണുന്നില്ല. കാരണം അവർക്കെല്ലാം എന്തൊക്കെയോ നേടാനും അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നഷ്ടപ്പെടാനും, സത്യത്തിന് വേണ്ടി എന്ത് നഷ്ടപ്പെടാനും, ആരോട് പേർക്കും, ആരോടും യുദ്ധം ചെയ്യും, ആരോടും വഴക്കുണ്ടാക്കും, ആർക്കെതിരെ കേസ് കൊടുക്കുക, അതൊന്നും അഴീക്കോട് മാഷിന്റെ വിഷയമല്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുക, അതിന്റെ കോൺസിക്വൻസസ്, ഭവിഷ്യത്തുകൾ എന്താന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, അത്രയോ. പിന്നെ ഇതെല്ലാം ഒരു വലിയ ചിരിയിൽ ഒതുക്കാൻ ഒരു കാര്യം. അതാണ് ഫലിതബോധമാണ്, നർമ്മബോധമാണ്. സ്വന്തം കാര്യം പറഞ്ഞിട്ട് നർമ്മം ഉണ്ടാക്കാൻ സാധിക്കും. ഈ നർമ്മം വരണമെങ്കിൽ എല്ലാവർക്കും ഫലിതം പറയാൻ പറ്റുന്നത് എന്താണ്? ചിലർ ഫലിതം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. ചിലര് ഫലിതം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഫലിതം പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ശ്രീനിവാസന് മറ്റേ വടക്ക് നോക്കിയ യന്ത്രത്തിലോ മറ്റേ ഫലിതം പറഞ്ഞു, ഞാനപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫലിതം പറയാമെന്ന് പിന്നെ തന്റെ ഭാര്യയോട് പറയുന്ന ആ അത്തരത്തിലൊരു ഫലിതം എന്ന് നോക്കിയിട്ട് മനോരമയിലെ ഫലിതം എന്ന് നോക്കി ഫലിതം പറയുന്നത് ആത്മധൈര്യമില്ല. ആത്മധൈര്യമുള്ളവരെ ഫലിതം വരും. മാഷിനെ സംബന്ധിച്ചത് സ്വാഭാവികമായിട്ട് സ്പാർക്കിലോട് കൂടി ആ ഫലിതം വരുന്നതൊക്കെ ഈ
പ്രഭാഷകനായെങ്കിൽ കൊള്ളാമെന്നൊക്കെ ആലോചിച്ച് നടന്നൊരു കാലമുണ്ട്. അന്ന് ഞാൻ മാഷുമായിട്ട് ഒന്നിരണ്ട് പ്രസംഗത്തിലൊക്കെ പോകുമ്പോൾ ആശാൻ സ്മാരകത്തിന് അതുപോലെ മൂവാറ്റി എഴുതുന്ന പലയിടത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അക്കാദമിയിലൊക്കെ മാഷ് ഇതിൻ്റെ കൂടെ പ്രസംഗിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുമ്പോൾ, പരിപാടി തുടങ്ങാനായിട്ട് കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പലതൊക്കെ പറയും. അപ്പോഴാണ് ഏറ്റവും നല്ല എലമെന്റിൽ വരുന്നത്. അപ്പോഴാണ് അറിവില്ലാതെ പലതൊക്കെ പറയും. അപ്പം ഞാൻ എനിക്ക് മാഷിനെ ചോദിച്ചു, മാഷ് എങ്ങനെയാണ് ഈ സാറിൻ്റെ പ്രസംഗം ഇത്ര ഗംഭീരമാകാൻ കാരണം എന്താണ്? സാറിനൊക്കെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. ആരുമില്ലാത്തതുകൊണ്ട് ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് വരുന്നത്. ഇന്നടത്ത് പലതും പറയാം, ഇന്ന ഉദ്ധരണി അടിക്കാം, ഇന്ന ഉപനിഷത്തിൽ നിന്ന് കാച്ചാം എന്നൊക്കെ സാർ വിചാരിച്ചിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടാവും. ഇന്ന് അവിടെ പോയിട്ട് ആ പിള്ളേരോട് ഇത് പറഞ്ഞത് എന്ന് വിചാരിക്കും. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ വരികയാണ്. വായന കൊണ്ട് വരുന്നതാണ്. വളരെ വിനയത്തിലാണ് പറയുന്നത്. വായന കൊണ്ട് വരുന്നതാണ്. അല്ലാതെ മുൻകൂട്ടി ഒരു സെൻട്രൽ മെസ്സേജ് മനസ്സിലുണ്ടാവും. ഇന്ന് അവരോട് ഇത് പറയണം, അത്രേ ഉള്ളൂ. ബാക്കി നമ്മളൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ എന്തൊരു വിനയത്തോടു കൂടി നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ മിസ് യു. ഐ മിസ് യു. കേരളം അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു. അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചോറഴിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് നഷ്ടപ്പെട്ടത്. പിന്നെയോ സത്യം വിളിച്ചു പറയുന്ന ഒരു മഹാസാഗര ശബ്ദത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതാ ഇരുള് പടരുന്നു എന്ന് വിളിച്ചു പറയേണ്ട ശബ്ദം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിൽ ആ ശബ്ദം ഇല്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കുന്നു. അതാണ് അഴീക്കോട് മാഷിന്റെ നഷ്ടം നമ്മളോട് പറയുന്ന ഏറ്റവും. അതുകൊണ്ട് ആ ഒരു മഹാ സാന്നിധ്യത്തിന് അഴീക്കോട് മാഷ് എന്ന് പറയുന്ന ഒരു വലിയ കേരളത്തിന്റെ ഒരു ബൗദ്ധിക സത്യസന്ധതയെ, ബൗദ്ധിക ജാഗ്രതയെ ഞാൻ നമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നമ്മളോടൊപ്പം ദീപ്തമായി ഉണ്ടാകട്ടെ എന്നും സത്യത്തിന്റെ ഭാഗത്ത് അചഞ്ചലമായി നിലയുറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആമുഖമായി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്നെ ഭാവുകന്റെ എന്റെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് പ്രഭാഷണങ്ങൾ നടത്തി, പിന്നെ നമ്മളെപ്പോലൊരു പ്രഭാഷണങ്ങൾ നടത്തി ഇങ്ങനെ പ്രഭാഷണങ്ങളോട് അഴീക്കോട് മാഷിനെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നരുതേ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കാനോ അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കാനോ ഒന്നും ഞാൻ വന്നിരുന്നില്ല. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മോളെ എന്നോട് ചോദിച്ചു ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ഗാന്ധിജിയുടെ പിന്നാലെ നടക്കുകയാണ്. മറ്റൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. ഒരു ഭാഗ്യം എന്തെന്ന് വെച്ചാൽ അഴീക്കോടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ, പല വ്യക്തികളുണ്ടെങ്കിലും ഒന്ന് ഗാന്ധിജിയും മറ്റൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വാഗ്ഭടാനന്ദ ഗുരുദേവൻ. വാഗ്ഭടാനന്ദനെ തെക്കോട്ട് നമുക്ക് വലുതായിട്ട് ഇറക്കപ്പെടാം. എന്നാൽ മലബാറിൽ വാഗ്ഭടാനന്ദ ഗുരുദേവൻ കേരളീയ നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ഒരു വലിയ പേരാണ് മലബാറിൽ. അന്ന് ഈ പ്രഭാഷണ കലയെ കൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ വിപ്ലവം തീർത്ത ഒരു വലിയ ജ്ഞാന ഗർജനമായിരുന്നു വാഗ്ഭടാനന്ദൻ. അപ്പോൾ വാഗ്ഭടാനന്ദനാണ് ഇദ്ദേഹത്തിന്റെ മാനസഗുരു. ഈ വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ എനിക്ക് അവസരമുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, ഇപ്പോ വളരെ വലിയൊരു പ്രസ്ഥാനമായി മാറിയ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ULCC എന്ന് നമ്മൾ പറയുന്നത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ്. വാഗ്ഭടാനന്ദൻ അവിടുത്തെ താണ സമുദായങ്ങൾ, പ്രത്യേകിച്ച് തീയ വിഭാഗത്തിലും അതിന് താഴെയൊക്കെയുള്ള സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ വലിയ ജാതിക്കാരെ, നായന്മാരും നമ്പൂരിമാരും ഒന്നും പിന്നെ ജോലി കൊടുക്കാണ്ടതിന്റെ കാര്യം എന്താണ്? വാഗ്ഭടാനന്ദനോട് ചേർന്ന് ആത്മവിദ്യാ സംഘം എന്നൊരു സംഘം രൂപീകരിച്ചു അവരെല്ലാവരും. എന്നിട്ട് ആത്മവിദ്യാ സംഘം ഈ ജാതി മത അനാചാരങ്ങൾക്കെതിരെയുള്ള നിലപാടിനെടുത്തപ്പോൾ അവിടുത്തെ സവർണരായിട്ടുള്ള ആളുകളൊക്കെ എന്നാൽ പിന്നെ നീയൊക്കെ പോയിട്ട് നിനക്ക് ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ നീയൊക്കെ ഇത് മനസ്സിലാക്കുന്ന പോലെ ജോലി കൊടുക്കാണ്ടായപ്പോൾ വാഗ്ഭടാനന്ദൻ പറഞ്ഞു, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ഒരു സഹകരണ സംഘം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലികൾ കൊടുക്കുക. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹകരണ സംഘം. അന്ന് മലബാർ സഹകരണ സംഘം വേറെ ഇല്ല. മദ്രാശിയിൽ അയച്ച് സഹകരണ സംഘത്തിന്റെ ബൈലോ മനസ്സിലാക്കി വാഗ്ഭടാനന്ദൻ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഈ ഊരാളുങ്കൽ. പിന്നെ അതിന്റെ കൂലിവേലക്കാരുടെ എന്നൊക്കെ പേരൊക്കെ മാറ്റി അതാണ് ഇന്നത്തെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. 100 വർഷത്തിന് ശേഷവും തലവേർത്ത് നിൽക്കുന്ന ചൈതന്യം കൊടുത്തത് ഈ പിന്നെ വാഗ്ഭടാനന്ദൻ. അപ്പോൾ വാഗ്ഭടാനന്ദനെ പറ്റി അവർ പറഞ്ഞിട്ട് ഞാനൊരു ഡോക്യുമെന്ററി എടുത്തപ്പോൾ എനിക്ക് വിചാരിച്ചു ഇതിനകത്ത് അഴീക്കോട് മാഷിന്റെ ഒരു മുഖം വന്നേ പറ്റൂ. അങ്ങനെ ദൂരദർശനിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് ആരും അറിയില്ല, ആരും അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടു. പിന്നെ ഇന്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ ദീർഘമായ ഇന്റർവ്യൂവിന്റെ കോപ്പി എനിക്ക് കിട്ടി, വീഡിയോ കിട്ടി.
അപ്പോ ചോദിക്കുന്നുണ്ട്, ഈ പ്രഭാഷണ കല അങ്ങ് വശമാക്കിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മാഷങ്ങ് ഉണർത്തെണീക്കുകയാണ്. ഒരാളെ എനിക്ക് കടപ്പാടുണ്ട് അക്കാര്യത്തിൽ, അത് വാഗ്ബടാനന്ദനാണ്. എന്നിട്ട് അദ്ദേഹം വാഗ്ബടാനന്ദനെ പറ്റി വർണ്ണിക്കുകയാണ്. വാഗ്ബടാനന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. വാഗ്ബടാനന്ദന്റെ വാഗ്ധോരണി കേട്ടാൽ അവിടെ ഇരുന്നു പോകും നമ്മൾ. ആ നിൽപ്പും അദ്ദേഹത്തിന്റെ ഓജസ്സുള്ള ഒരു മുഖവും ഒക്കെ കണ്ടാൽ ആരും വീണ്ടും പോകും. അത്ര ആകർഷകമായിട്ടുള്ള സ്വരവും പിന്നെ പാണ്ഡിത്യവും കൊണ്ട് ആരെയും വശീകരിക്കുന്ന രൂപം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒന്ന് വാചാരനാവുകയാണ്. ഇപ്പോൾ ഞാനത് ഡോക്യുമെന്ററിയിലേക്ക് ചേർത്തു. അന്ന് എനിക്ക് മനസ്സിലായി ഈ വാഗ്ബടാനന്ദൻ ഇദ്ദേഹത്തെ എന്തുമാത്രം സ്വാധീനിച്ചിരുന്നു. വാഗ്ബടാനന്ദനും ശ്രീനാരായണ ഗുരുവും കൂടെ ചേരുന്ന, അതും ഗാന്ധിജിയും കൂടെ ചേർന്നാല് ഹൈക്കോടതിന്റെ വിചാര ലോകം ഏറെക്കുറെ നമുക്ക് പിടികിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഗാന്ധിജിയോടൊപ്പം കുറച്ചു കാലം നടക്കാൻ എനിക്ക് ഇടയുണ്ടായി. എന്നെ കണ്ട ഗാന്ധിയനാണെന്ന് ആരും പറയുക, കാരണം ഞാൻ മുസ്ലിം ബിഷപ്പാണ്. ഇതെന്താണെന്ന് ഞാൻ അറിയാണോ അറിഞ്ഞൂടാ, അത് നമ്മൾ നോക്കാറില്ല. നമ്മൾ ഇപ്പൊ വേഷം കൊണ്ട് ഞാൻ ഗാന്ധിയനാണെന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ആവണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. എനിക്ക് തോളത്തൊരു ഷോളൊക്കെ ഇട്ടിട്ട് പിന്നെ പള്ളി ചെരുപ്പൊക്കെ ഇട്ട് നടക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തുണിയാണ്, അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗാന്ധിയനല്ല ഞാൻ. പക്ഷേ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഗാന്ധിയനാണ് എന്ന് പറഞ്ഞ് നടന്നു എന്നുള്ളത് കൊണ്ട് ഗാന്ധിയോട് നമ്മൾ കൂറ് പുലർത്തുന്നു എന്ന അർത്ഥമൊന്നുമില്ല. നേരെ മറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഗാന്ധിജിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് 2 വർഷത്തിന് മുമ്പ് എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്ററിലെ ഒരു 3 ദിവസത്തെ പ്രഭാഷണവും, അതിനു മുമ്പ് കോഴിക്കോട് ഒരു 3 പ്രഭാഷണവും, പാലക്കാട് IIT ഒരു പ്രഭാഷണവും, കാഞ്ഞങ്ങാട് ഇവിടെ പോയിട്ട് എല്ലാം ഒരു 10 പ്രഭാഷണം ഞാൻ ഗാന്ധിയെ പറ്റി. എന്താണ് നടത്താൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ഒക്ടോബർ 2-ന് ഞാൻ യാദൃച്ഛികമായിട്ട് പാലക്കാട് IIT പോയി. എന്തൊരു കാര്യത്തിന് പോയാൽ ഒക്ടോബർ 1, 3 അവർ 2 എനിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിജിയുമായിട്ട് 2 ദിവസമാണ്. അങ്ങനെ ഗാന്ധിജിയുടെ സാമ്പത്തികത്തെ പറ്റി സംസാരിച്ചു വന്നു. വളരെ ഗംഭീരമായിട്ടൊക്കെ സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ചോദ്യോത്തര സമയമായപ്പോൾ ഒരു പെൺകുട്ടി എണീറ്റ് ചോദിച്ചു, വളരെ ബ്രൈറ്റ് ബ്രില്യന്റ് ഗേൾ, IIT പഠിക്കുകയാണ്, IIT പാലക്കാട്. എന്നോട് ചോദിച്ചു, സാർ പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒക്കെ എതിർത്ത ഈ ഗാന്ധിജിക്ക് എന്താണ് സാർ പ്രസക്തി എന്ന് പറഞ്ഞാൽ, യു ആർ എ ഫുൾ വേസ്റ്റിംഗ് യുവർ ടൈം ഓൺ സംതിങ് ഇറലവന്റ് എന്നാണ് കുട്ടി പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. അവിടെ നല്ല മലയാളത്തിൽ എന്നോട് പറഞ്ഞു, താൻ എന്തിനാണ് ഈ മെനക്കെടുന്നതെന്നാണ് ഈ ചോദിച്ചത്. ഗാന്ധിജി എന്താണ് നമ്മുടെ കാലത്ത് പ്രസക്തി, സാങ്കേതിക വിദ്യ ലോകത്തെ ഭരിക്കുന്ന സമയത്ത് ഈ ഗാന്ധിജിക്ക് എന്താണ് പ്രസക്തി എന്ന് കുട്ടി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 2000-ന് ശേഷമൊക്കെ ജനിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ഈസ് എ ഇറലവന്റ് മെമ്മറി. ഗാന്ധിജി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രസക്തമായിട്ടുള്ള ഓർമ്മ മാത്രമാണ്. ഗാന്ധിജിക്ക് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ട് എന്ന് കുട്ടികൾ കരുതുന്നില്ല. കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ അച്ഛനും അമ്മയും കരുതാത്തതാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്നുകൂടി. ഗാന്ധിജിയെ നഷ്ടപ്പെട്ട ഒരു സമൂഹമായി മാറിയതാണ് ഈ സമൂഹത്തിന്റെ ട്രാജഡി എന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചു, എന്താണ് അനാറകലനും തന്നാലായത് എന്ന് പറയുന്നതിൽ മിന്നാമിനിങ് എങ്ങനെയാണ് രാത്രിയെ പ്രകാശമാനമാക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ ഞാൻ വിചാരിച്ചു എന്നെ കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയായ ഗാന്ധിജിയെ പറ്റി. ഞാൻ കേരളത്തിൽ പലയിടത്ത് പോയിട്ട് ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഗാന്ധിജി ആളുകൾ വീണ്ടെടുക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയ്ക്കുള്ള ബൗദ്ധ്യമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മുടെ പ്രഭാഷണം നടത്തുമ്പോൾ ഗാന്ധിജിയുടെ ചിന്തയോട് കൂടുതൽ ബന്ധം പുലർത്താനും ഗാന്ധിജിയെ പറ്റി കൂടുതൽ അറിയാനും അങ്ങനെ നമ്മളെയെങ്കിലും ത്രാണനം ചെയ്യാനും സാധിക്കുമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയും അതിന്റെ പിന്നിലുണ്ട് എന്ന് കരുതിക്കൊള്ളുന്നു. അങ്ങനെ ഞാൻ 5-6 പ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അപ്രസക്തൻ എന്ന് നാം വിചാരിക്കുന്ന ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രസക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗാന്ധിജി എപ്പോൾ നമ്മൾ വിസ്മരിക്കുവാൻ ശ്രമിച്ചുവോ അപ്പോൾ നമ്മൾ അധർമ്മത്തിലേക്ക് കൂത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ പറ്റി ഒന്ന് ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ പ്രഭാഷണങ്ങൾ നടത്തി. അതിനിപ്പോ ഈ കഥർന്നുള്ള നിർബന്ധമൊന്നുമില്ല. വേഷത്തിൽ എന്തിരിക്കുന്നു എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഞാനൊരു ഗാന്ധിയനാണേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ ഗാന്ധിയെ പറ്റി സംസാരിക്കാൻ സാധിക്കൂ എന്നുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. എന്റെ വേഷത്തിലെല്ലാ കാര്യവും പറയുന്ന ആശയത്തിലാണ്. അത് പോകട്ടെ. അപ്പൊ അങ്ങനെയാണ് ഈ സന്ദർഭം വന്നപ്പോ ഹൈക്കോടതി മാഷിന്റെ പശ്ചാത്തലത്തിൽ, ആ സ്മരണയുടെ പശ്ചാത്തലത്തിൽ എന്ത് സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് ഭാരതീയതയെ പറ്റി വളരെ ദീർഘമായി ഒരുപാട് പ്രഭാഷണങ്ങൾ, ഒരു വലിയ പ്രഭാഷണ പരമ്പര തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി ഭാരതീയതയെ പറ്റി മാത്രം. ഭാരതീയത എന്ന് പറഞ്ഞാൽ മറ്റു പല വാക്കുകളുമായിട്ട് നിങ്ങൾ അടർത്തി മാറ്റി വേണം ചിന്തിക്കാൻ. ഭാരതീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ പിന്നെ സനാതനത്വമല്ല, ഭാരതീയതയാണ് വിഷയം. അത് ഞാൻ ആമുഖമായിട്ടൊന്ന് പറയാനായിട്ട് ഇവിടെ ഭാരതീയതയാണ് പ്രശ്നം.
അപ്പോൾ മാഷ് അന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയതയെ പറ്റി അരീക്കോട് മാഷ് വളരെ വിപുലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഭാരതീയതയും ഗാന്ധിജിയും എന്നൊരു വിഷയത്തെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ഞാൻ കുറ്റബോധത്തോടുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 5:45 നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പോവുകയാണ്. അപ്പൊ ഭാരതീയതയും ഗാന്ധിജിയും എന്നുള്ള വിഷയത്തിൽ എന്താ പ്രസക്തി? എന്താണ് ഈ ഭാരതീയത? ഒരു ആമുഖമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭാരതീയത എന്ത് എന്ന് മനസ്സിലാക്കിയതാണ് ഗാന്ധിജി ഇന്ത്യയിലെ ഇത്രയും വലിയൊരു നേതാവായി, സമാനതകളില്ലാത്ത നേതാവായി ഗാന്ധിജി അംഗീകരിക്കപ്പെട്ടതിന്റെയും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നടുനായകത്വം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വരികയും ഒക്കെ ചെയ്തത് ഗാന്ധിജി ഭാരതീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭാരതീയത എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഈ ഭാരതീയത എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം? ഏതൊരു സംസ്കാരത്തിനും ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള എസൻസ് ഉണ്ടാവും. ഇപ്പൊ അമേരിക്കയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു അമേരിക്കൻ ഒരു ക്വിൻറ്റസെൻസ്, ലാറ്റിൻ ഭാഷയിൽ ക്വിൻറ്റിറ്റാസ് എന്നൊക്കെ പറയുന്നത്, സച്ച്നെസ്, എന്നൊക്കെ പറയുന്ന അവരെ നിർവചിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അമേരിക്കക്കാരനെ നിർവചിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അമേരിക്കക്കാരെ അറിയാമെങ്കിൽ കാണാൻ നമുക്കറിയാം. ഇപ്പൊ ഇന്നലെ ബ്രിട്ടനിൽ ഇലക്ഷൻ നടന്നു, ഇന്ത്യയിലും ഇലക്ഷൻ നടന്നു. അവിടെ പാർലമെന്റ് കൂടി, ഇന്ത്യയിലും പാർലമെന്റ് കൂടി. ഇത് രണ്ടുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഒരിടത്ത് എപ്പോഴാണ് യുദ്ധം പൊട്ടി പുറപ്പെടുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത്. എന്നാൽ അവിടെ ഇലക്ഷൻ നടന്നിട്ട് ഇറ്റ് വാസ് എ ജെന്റിൽമെൻസ് ഇലക്ഷൻ. ഞാൻ 1992 അവിടെ ഒരു വർഷം പഠിക്കാൻ പോയപ്പോൾ അന്ന് ജോൺ മേജർ ഇലക്ഷൻ നിൽക്കുന്ന സമയമാണ്. ഞങ്ങളുടെ സ്ഥലത്ത് ജോൺ മേജർ പ്രസംഗിക്കാൻ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഒരു പോലീസും വടംവലിച്ച് കിട്ടിയില്ല. ഒരു പോലീസും നമ്മളെ ആരും ഓഫീസിൽ പോകുന്നതെന്ന് കോളേജിൽ പോകുന്നത് തടഞ്ഞില്ല. ജോൺ മേജർ വന്നു, ടൗൺ ഹാളിൽ പ്രസംഗിച്ചു, അദ്ദേഹം പോയി. അവിടെ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ ഈ ജോൺ മേജർ വന്നത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വന്നു, ഒരു 15 പേര് ചുറ്റുമുണ്ട്. അദ്ദേഹം റിബൺ കട്ട് ചെയ്തു, അദ്ദേഹത്തിന്റെ വണ്ടി എതിരെ പോയി. പിറ്റേന്ന് TV എല്ലാം പറഞ്ഞു ജോൺ മേജർ ഇനോഗ്രേഷൻ. അല്ലാതെ ഇവിടുത്തെ ബഹളങ്ങളും ഈ വിളിയും ഒന്നും അവിടെ ഇല്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞല്ലോ, ഈ പറഞ്ഞ ജെന്റിൽമെൻസ് ഇലക്ഷൻ. ഇവിടെയും ഒരു ഇലക്ഷൻ നടന്നു. ഈ വിശേഷണം കൊണ്ട് നമ്മുടെ ഇലക്ഷനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? ഒരു സമൂഹത്തിന്റെ സച്ച്നെസ്, ഒരു സമൂഹത്തിന്റെ അതിനെ നിർവചിക്കുന്ന ചില പ്രവണതകൾ കൊണ്ട് നമ്മുടെ സമൂഹം കലുഷിതമായതിന്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടത്. ബ്രിട്ടീഷ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി, അവർ കൈമോശം വരുത്താത്തതായി, അവർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, ചില ഡെമോക്രാറ്റിക് മൂല്യങ്ങളുണ്ട്. അതാണ് ബ്രിട്ടനെ നിർവചിക്കുന്ന മൂല്യങ്ങൾ. ഭാരതത്തെയും ഇത്തരത്തിലുള്ള കുറേയേറെ മൂല്യങ്ങളാൽ നമുക്ക് നിർവചിക്കാൻ സാധിക്കും. ആ മൂല്യങ്ങൾ എന്ത് എന്ന്, ആ മൂല്യങ്ങളുടെ ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ എന്ത് എന്നും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കോ കാലാകാലങ്ങളിൽ വരുന്ന മറ്റു രാഷ്ട്രീയ മാറ്റങ്ങൾക്കോ സ്പർശിക്കാൻ സാധിക്കാത്ത, ഞാൻ ചില വാക്കുകൾ മനഃപൂർവ്വം ഉപയോഗിക്കാതിരിക്കുക, എന്നുമെന്ന് നിലനിൽക്കുന്ന, ഭാരതത്തെ നിർവചിക്കുന്ന, ഭാരതീയ മനസ്സിനെ നിർവചിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് എന്നും ആ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ ഭാരതത്തെ ഉണർത്തുകയുള്ളൂ എന്നും കണ്ടെത്താൻ സാധിച്ച ക്രാന്തദർശിയാണ് മഹാത്മാ. എന്താണ് ഈ മൂല്യങ്ങൾ? ഞാൻ ഈ ബ്രിട്ടനെ പറ്റി പറഞ്ഞത്, ബ്രിട്ടന് ചില ഡെമോക്രാറ്റിക് വാല്യൂസ് ഉണ്ട്. നമ്മളവരുടെ പാർലമെന്റിൽ പോയിരുന്നാല് ഒരു മെമ്പർ മറ്റൊരു മെമ്പറെ പരിഹസിക്കുകയായിരിക്കും. പക്ഷേ റൈറ്റ് ഓണറബിൾ മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷയിൽ ഭരതം പറഞ്ഞ അയാളെ പരിഹസിക്കും. അല്ലാതെ ദാരിക വീര പോരന് പാട എന്നുള്ള മറ്റുള്ള പ്രയോഗം ബ്രിട്ടീഷ് പാർലമെന്റിൽ നമ്മൾ കേൾക്കുന്നില്ല. ഈ അമ്പലത്തിലെ മറ്റേ പാട്ടാണ് ദാരിക വീര പോരന് പാട എന്ന് പറഞ്ഞതുപോലുള്ള പോർവിളിയൊന്നും ബ്രിട്ടീഷ് പാർലമെന്റിലില്ല. ഞാനൊരു ബ്രിട്ടീഷ് ഭക്തനൊന്നുമല്ല, പക്ഷെ ചില സമാനതകൾ അല്ലെങ്കിൽ ചില കോൺട്രാസ്റ്റ് പറഞ്ഞു വരുന്നുണ്ട്, ചില വാല്യൂസ്. ഗാന്ധിജി ഭാരതത്തിൻ്റെത് എന്ന് കണ്ടെത്തിയ ചില മൂല്യങ്ങൾ, നമുക്ക് കണ്ടെത്താവുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്റെ പൊതുപ്രവർത്തനം, തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം സംവിധാനം ചെയ്തു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ അസാമാന്യമായ സ്വീകാര്യതയുടെ ആധാരശില. ഒന്ന്, ഭാരതത്തിലെ, ഞാൻ ഈ ഭാരതീയത എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൽ ഊന്നിയ ഒരു സങ്കല്പം മാത്രമല്ല. ഈ ഭാരതത്തിൽ തന്നെയാണ് ജൈനമതം ഉണ്ടായത്, ഈ ഭാരതത്തിൽ തന്നെയാണ് ബുദ്ധമതം ഉണ്ടായത്, ഈ ഭാരതത്തിൽ വന്നെത്തിയ ക്രിസ്തു മതവും ഇസ്ലാം മതവും പാശ്ചാത്യ ലോകത്തുള്ള ക്രിസ്തു മതത്തിൽ നിന്നും
ഇസ്ലാം മതത്തിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഭാരതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആ മതങ്ങളിലും വന്നു ചേർന്നിട്ടുണ്ട്. ഞാനൊരു തിയോളജിസ്റ്റോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ എസെൻഷ്യലായി, അടിസ്ഥാനപരമായി ഭാരതീയ മനസ്സിന് ഹിതകരമായിട്ടുള്ള ചില ആശയങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഏതൊരു മതത്തിനും പുലരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ പുലരൂ, എങ്കിലും അതിന് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനം എന്താണ്? അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നടത്തിയെടുത്തതാണ് എന്ന് ധരിക്കരുത്. ഭാരതത്തിന്റെ മനസ്സിന് സ്വീകാര്യമായ മൂല്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ധാർമ്മികത, ധർമ്മം എന്നത്, ധർമ്മം, അതിന് ഇംഗ്ലീഷിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ധർമ്മം ഒരു ധർമ്മത്തിലൂന്നിയ ജീവിതം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ധർമ്മമാണ്. ധർമ്മത്തിന്റെ വിജയമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ഈ അതിഘോരമായിട്ടുള്ള 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. ധർമ്മം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, അത് വേറെ, അത് കഥ. ആ കഥയിൽ വ്യാസൻ ചിരിക്കുന്നുണ്ട്. എന്താണ് മഹാഭാരതം അഥവാ ജയ എന്നാണ് അതിന്റെ പേര്. ആരെങ്കിലും ജയിച്ചോ തോറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നും കൂടിയാണ് വ്യാസൻ പറയുന്നത്. വ്യാസൻ അക്കാര്യത്തിൽ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആണ്. He doesn't come to conclusions, he only raises questions. അദ്ദേഹം തന്നെ കഥാപാത്രമാണ് മഹാഭാരതത്തിൽ. അതൊക്കെ അത്യാധുനികമായ സങ്കേതങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇതിഹാസകാരന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തരാധുനികതയുടെ പോസ്റ്റ് മോഡേൺ തിയറിയിലെ ചില കാര്യങ്ങളാണ്. അദ്ദേഹം തന്നെ കഥാപാത്രമാണ്, വ്യാസൻ കഥാപാത്രമാണ്. വ്യാസൻ ഇല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥയില്ല. വാൽമീകിയും രാമായണത്തിലെ കഥാപാത്രമാണ്. അവിടെ ആത്യന്തികമായിട്ടുള്ള ഉത്തരങ്ങൾ ആരും തരുന്നില്ല, തെറ്റേത് ശരിയേത്. പക്ഷെ ധർമ്മത്തിന്റെ വഴിയിലൂടെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഓരോ വഴിക്ക് നടക്കുന്നത് ധർമ്മത്തിൽ എത്തിയോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നാണ് വ്യാസൻ പറയുന്നത്. പക്ഷേ ധർമ്മത്തിൽ ചരിക്കുക എന്നുള്ളത്, സത്യം വദ ധർമ്മം ചര, ധർമ്മത്തിൽ ചരിക്കുകയും സത്യം പറയുകയും ചെയ്യേണ്ടത് ജീവിതത്തിന്റെ ആത്യന്തികമായ മൂല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ് ഭാരതീയ മനസ്സിന്റെ ഏറ്റവും വലിയ വെളിച്ചം. ധർമ്മത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചറിയില്ല. ധർമ്മമാണ് ഏറ്റവും പ്രധാനം. ഈശ്വരൻ അവതരിക്കുന്നത് പോലും ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നാണ്. ധർമ്മമില്ലെങ്കിൽ എല്ലാം നശിച്ചു. ധർമ്മം, അതിന് എന്താണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ ഐ വിൽ ബി ഡൈല്യൂട്ടിംഗ്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ധർമ്മം സ്ഥാപിക്കലാണ് ഏത് ഭരണകൂടത്തിന്റെയും എന്തിന് ഈശ്വരന്റെയും ലക്ഷ്യം. ധർമ്മമില്ലാത്ത ലോകം, അധർമ്മത്തിന്റെ ലോകം എന്ന് പറയുന്ന അനാർക്കിയുടെ ലോകമാണ്. അതല്ല, മനുഷ്യ സമൂഹം അച്ചടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ ധർമ്മം സ്ഥാപിക്കപ്പെടുക. അപ്പൊ ഈ ധർമ്മമാണ് ഭാരതീയ മനസ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂല്യം എന്ന് ഉൾക്കൊണ്ടയാളാണ് ഗാന്ധിജി. ഞാൻ ഗാന്ധിജിയിലേക്ക് വരിക. ഗാന്ധിജിയിലേക്ക് വരാം. അപ്പൊ ധർമ്മം. മറ്റൊന്ന് ഭാരതീയ മനസ്സിന് ഏറ്റവും ഹിതകരമായിട്ടുള്ളത് ത്യാഗം. അധികാരമുള്ളവന് ത്യാഗം കൊണ്ട് മാത്രമേ അധികാരം നിലനിർത്താൻ അവകാശമുള്ളൂ എന്ന വിചാരം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കും. അധികാരം എന്ന് പറയുന്നത് ആഡംബരമല്ല, അത് ത്യാഗമാണ്. അതുകൊണ്ടാണ് ഈശാവാസ്യത്തിൽ തേന തെറ്റേന ഭുജീത എന്ന് പറയുന്നത്. നീ ത്യാഗബുദ്ധിയോടുകൂടി ഇതെല്ലാം അനുഭവിച്ചുകൊള്ളുന്നു. ഇതൊന്നും നിന്റെതല്ല, ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. ഈശാവാസ്യം ഇതം സർവം. ഇതെല്ലാം ഒന്നും നിന്റെതല്ല. നീ വാടക തരാതെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാടകക്കാരനാണ്. വാടക ഒന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, വീട് ഇപ്പൊ അത്യാവശ്യം നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ വീടല്ല കേട്ടോ. It is he, the supreme power has made it for us, such a beautiful house. എന്നിട്ട് പറയുന്നത് എന്താണ്? നീ ത്യാഗബുദ്ധിയോടുകൂടി, നിന്റെതാണെന്നുള്ള വിചാരത്തിൽ ജീവിക്കുന്നത്, നീ ജീവിച്ചു ത്യാഗബുദ്ധിയോടുകൂടി. തേന തെറ്റേന ഭുജീത എന്നാണ് ഈശാവാസ്യം പറയുന്നത്. അങ്ങനെ നീ ജീവിക്കണം. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. നല്ല വാടകക്കാരനായിരുന്നെങ്കിൽ, നല്ല വാടകക്കാരൻ എങ്ങനെയാണോ വീട് എടുത്തത് അതുപോലെ തിരിച്ചു കൊടുക്കില്ലേ? ഇതങ്ങനെയല്ല. സെൻട്രൽ PWD പോലെയാണ്. സെൻട്രൽ PWD എന്താണ് ചെയ്തത്? നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഒത്തിരി മോശം കാര്യങ്ങൾ പറയണമല്ലോ. സെൻട്രൽ PWD എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാല്, ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് അയാളൊക്കെ ട്രാൻസ്ഫർ ആയി അയാൾ തിരിച്ചു പോകുമ്പോൾ ക്വാർട്ടേഴ്സ് തിരിച്ചു കൊടുക്കും. ഈ ക്വാർട്ടേഴ്സ് വേറൊരാളിന് പിറ്റേന്ന് വേണമെങ്കിൽ അലോട്ട് ചെയ്യാം. കാരണം മര്യാദയ്ക്കൊന്നും താമസിച്ചിരുന്നതാണ്. കൊടുക്കത്തില്ല. 6 മാസം അടച്ചിട്ട് എന്തിനാണ്? ഫോർ ഇമ്മീഡിയറ്റ് റിപ്പയർസ്. അപ്പോൾ പൊളിയാത്ത കക്കൂസും കുളിമുറിയൊക്കെ പൊളിക്കും. PWDന്റെ ആള് കയറി പൊളിക്കും. തറയെല്ലാം കുത്തിപ്പൊളിക്കും. അപ്പൊ വിചാരിക്കും നമ്മളിത് കണ്ട ഇവിടെ താമസിച്ചിരുന്നത് ഏതെങ്കിലും അസുരനാണ്, ശകടാസുരനോ മകുടാസുരനോ ആരെങ്കിലും കൊണ്ടിട്ട് താമസിച്ചിട്ട് നോക്കും. നല്ല കാര്യമുണ്ട്. നമ്മൾ കുളിച്ച കുളിമുറി കുത്തി പൊളിച്ചിട്ട് ആരെങ്കിലും പോകും. ഇവൻ ആളെ നിർത്തി കുത്തി പൊളിക്കുകയാണ്.
വാടകക്കാരന്റെ സ്വഭാവം എന്നാണ് സെൻട്രൽ PWD കരുതുന്നത്. അങ്ങനെയുള്ള വാടകക്കാരെ ഇപ്പൊ നമ്മൾ മാറി. ഈ ഭൂമി എന്ന് പറയുന്ന വാടക വീട്ടിൽ താമസിച്ചിട്ട് സകലതും മുച്ചൂട് നശിപ്പിച്ചിട്ട് പോകണം. ഇനി ഇത് അടുത്ത് വരുന്ന വാടകക്കാരനെ ഈ ഭൂമി നേരെയാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വളരെ മോശപ്പെട്ട വാടകക്കാരാണ്. അപ്പോ ഈ ത്യാഗബുദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതം, അതാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ധർമ്മമായിട്ട് എന്നും കേട്ടിട്ടുള്ളത്. രാജാക്കൾക്ക് മാത്രമല്ല, ജീവിക്കുന്ന എല്ലാവർക്കും ത്യാഗബുദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതം. ത്യാഗമാണ് ഒരുപക്ഷെ മഹാത്മജി തന്നെ കണ്ടുപിടിച്ച ഏറ്റവും വലിയ വിളിച്ചു. ഇപ്പൊ ശിബിയുടെ കഥയൊക്കെ വളരെ എക്സ്ട്രീം ആയിരിക്കാം, പക്ഷെ ത്യാഗത്തോടുകൂടി ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കുന്നവരെയാണ് ഇന്ത്യൻ മനസ്സിന് ഇഷ്ടം. അല്ലാതെ ആഡംബരത്തിൽ അഭിരമിക്കുന്നവരെ അല്ല. ആഡംബരത്തിൽ അഭിരമിക്കുന്നവരെ അല്ല. ത്യാഗം. അപ്പോ ഗാന്ധിജി അത് പിന്നീട് ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരാം. ഒരുപക്ഷെ മറ്റൊരു സംസ്കാരത്തിലും ത്യാഗത്തിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ച സമൂഹങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇപ്പൊ രാഷ്ട്രപതി ഭവൻ ഇത്ര ആഡംബരപൂർണമായി സൃഷ്ടിച്ചത് നമ്മളല്ല, ബ്രിട്ടീഷുകാരാണ്. നമ്മളിപ്പോ അതിനേക്കാൾ ആഡംബരത്തിൽ പലതും സൃഷ്ടിക്കുന്നുള്ള മറ്റൊരു വിഷയം. പക്ഷെ ഇന്ത്യൻ മനസ്സിന്, അതുകൊണ്ടാണ് ഗാന്ധിജി ഒരിക്കലും കൊട്ടാരത്തിലൊന്നും ജീവിച്ചില്ല. അദ്ദേഹം ആശ്രമങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ത്യജിക്കണം, സുഖങ്ങൾ ത്യജിക്കണം. സുഖങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ നീ അത് അനുഭവിക്കേണ്ട കാര്യങ്ങൾ ത്യജിച്ചേ. വെൽത്ത് ക്രിയേഷൻ വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ വെൽത്തൊന്നും നിന്റെ തന്നെ ത്യജിച്ചേ. ത്യാഗത്തിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞത് ക്രിസ്തു തന്നെ. ഇല്ലേ? ഒരു സമ്പന്നനായ യുവാവ് പോയിട്ട് എന്നെ ശിഷ്യനാക്കുമെന്ന് ചോദിച്ചില്ലേ ക്രിസ്തുവിനോട്? ഒരു കാലം താക്കാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നീ പോയിട്ട് നിന്റെ ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊടുത്തിട്ട് നീ അപ്പൊ ഞാൻ നിന്നെ നീ അപ്പൊ എന്റെ ശിഷ്യനാവാൻ യോഗ്യനാകും എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നതായിട്ട് അച്ഛനറിയാം. പിന്നീട് അയാൾ അവിടെ പോയി, അയാൾ ദുഃഖിതരായി പോയി എന്നാണ് ലാസ്റ്റ് ഷോട്ട്. അതാണ് സിനിമ. അദ്ദേഹത്തെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഉപദേശത്തോടു കൂടി അയാൾ പോയി. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതാണ് പറഞ്ഞത്, നിന്റെ ഈ സമ്പത്തിന്റെ ദൈവവും നമ്മുടെ ദൈവവും കൂടി ഒരുമിച്ച് സഹവസിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഭാരതീയ മനസ്സിലും അത് തന്നെയാണ്. ത്യാഗമാണ് ഏറ്റവും വലിയ വിളിച്ചു എന്ന് പറയുന്നത്. മൂന്ന്, കർമ്മശുദ്ധി. ഇത് പറഞ്ഞു പോയ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകും. കർമ്മഫലമുണ്ടോ, കർമ്മം നമുക്ക് മാറ്റാൻ പറ്റുമോ, അതൊക്കെ ഉണ്ട്. പക്ഷെ കർമ്മശുദ്ധി എന്നുള്ളത് ഭാരതീയ മനസ്സിന് വളരെ പവിത്രമാണ്. കർമ്മ തിയറി ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിട്ട് എന്തേ വരും എന്ന് രാമായണത്തിൽ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നതിന് അർത്ഥമുള്ള, അല്ലാതെ പിന്നെ ഇതെല്ലാം എന്റെ കർമ്മഫലമായിട്ട് ഞാനിങ്ങനെ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് വിധി വിശ്വാസത്തിലേക്ക് പോകുന്ന കർമ്മത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. പിന്നെയോ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും കർമ്മശുദ്ധി ഉണ്ടാകും. കർമ്മശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്യുക എന്ന കർമ്മശുദ്ധി. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചാതുർവർണ്ണത്തിലേക്കൊക്കെ എത്തും. നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട, അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ കർമ്മശുദ്ധി എന്നത് ഓരോരുത്തരും അവന് ചെയ്യേണ്ടതായിട്ടുള്ള നിയുക്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന്റെ വിശുദ്ധി ഭാരതീയ മനസ്സ് എന്നും സൂക്ഷിച്ചിരുന്നു. നാലാമത്തത് എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ഒരു അതീതമായ സത്യത്തിലുള്ള അടിയുറച്ച വിശ്വാസം. അതീതമായിട്ടുള്ള സത്യം, ഈ കാണുന്നതിലെല്ലാം അപ്പുറത്തേക്കായിട്ട്, നമ്മൾ ഈ കാണുന്ന ഭൗതികമായിട്ട് കാണുന്നതിലെല്ലാം അപ്പുറത്തേക്കായിട്ട് എന്റെ ബുദ്ധിക്ക് വഴങ്ങാത്തതായിട്ടുള്ള ഒരു അതീത സത്യത്തിലുള്ള പരമമായിട്ടുള്ള വിശ്വാസം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ഭാരതീയ മനസ്സിൽ നിന്ന്, ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് അരിച്ചെടുക്കാവുന്ന ഈ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോലെ ഇത്രയും കാര്യങ്ങളില്ലാതെ നമുക്ക് ഭാരതീയ സംസ്കൃതിയെ അറിയാൻ സാധ്യമല്ല. അപ്പൊ ഈ 4 മൂല്യങ്ങളെ ഊന്നിക്കൊണ്ട്, അതാണ് ഭാരതീയത ആണ് മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭാരതീയതയെ അറിയണമെങ്കിൽ ഈ 4 മൂല്യങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. ഗാന്ധിജി എന്താണ് ചെയ്തത്? ഈ 4 മൂല്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ഈ ശാശ്വത മൂല്യങ്ങളിൽ നിന്ന് ഗാന്ധിജി തന്റേതായിട്ടുള്ള പരിഭാഷകൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പരിഭാഷകള്, അതിൽ നിന്നാണ് അദ്ദേഹം അഹിംസ കണ്ടെത്തുന്നത്. ഇതിനകത്ത് എവിടെയാണ് അഹിംസ എന്ന് ചോദിക്കും. ഇപ്പൊ കർമ്മശുദ്ധി എന്ന് പറഞ്ഞല്ലോ, ത്യാഗം എന്ന് പറഞ്ഞല്ലോ. ഹിംസ എന്നത് ഹിംസയും ത്യാഗവുമായ ഒരു ബന്ധവുമില്ല. ഞാൻ എന്തിനാണ് ഒരാളെ ഹിംസിക്കുന്നത്? അവന്റെ സ്വത്ത് കൈവശപ്പെടുത്താനാണ്. എനിക്ക് ത്യാഗബുദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് ഹിംസ ഉണ്ടാകുന്നില്ല. അപ്പൊ ത്യാഗബുദ്ധി ഭാരതീയമായിട്ടുള്ള പല മൂല്യങ്ങളെയും അരക്കിട്ടുറപ്പിക്കുന്നത് ഈ അഹിംസയാണ്. സഹജീവികളോടുള്ള അനുഭൂതി, ഇതൊക്കെ തന്നെ ഈ അഹിംസ എന്നത് ചെറിയ കാര്യമല്ല. ഞാൻ അഹിംസയെ പറ്റി 1.5 മണിക്കൂർ സംസാരിക്കുകയുണ്ട്. അഹിംസ ധീരന്റെ ആയുധമാണെന്നൊക്കെ ഗാന്ധിജി പറയുന്നത് എന്തൊരു ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ്. ഹിംസ
ഭീരുവിന്റെ ആയുധവും അഹിംസ ധീരന്റെ ആയുധവുമാണ് എന്ന് പറയുന്നതിന്റെ യുക്തി ഈ കാലഘട്ടത്തിൽ എത്ര പേര് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക? അഹിംസയാണ് ധീരന്റെ ആയുധം, ഹിംസയല്ല. ആയുധമെടുക്കലല്ല, ആയുധമെടുക്കുന്നത് ഭീരുവാണ്. അങ്ങനെ ഭീരുക്കളുടെ ഒരു സമൂഹമായി നമ്മൾ മാറുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഹിംസ അഴിഞ്ഞാട്ടം നടത്തുന്നത്. അതുപോലെ നിൽക്കട്ടെ, ഗാന്ധിജിയുടെ അഹിംസയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഭാരതീയ മനസ്സിൽ നിന്നാണ്. ധർമ്മം സ്ഥാപിക്കാനുള്ള ഭാരതീയ മനസ്സിൽ നിന്നാണ് ഗാന്ധിജി അഹിംസയെ സ്വാംശീകരിച്ചത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞൊരു അതീതമായിട്ടുള്ള സത്യമെന്ന്. ഗാന്ധിജി തന്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം 50 വയസ്സുള്ളപ്പോഴാണ് ഈ എക്സ്പെരിമെന്റ്സ് ഓഫ് ട്രൂത്ത് അദ്ദേഹത്തിന് പേര് കൊടുത്തത്. എന്താണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അദ്ദേഹം സത്യത്തെ കണ്ടെത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അന്വേഷണമാണ്, സത്യാന്വേഷണം. ജീവിതം മുഴുവൻ സത്യത്തെ അന്വേഷിക്കുകയാണ്. അപ്പൊ ഞാനിതിനെപ്പറ്റി കുറെ കാലം അങ്ങനെയാണല്ലോ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് ചില വാക്കുകൾക്ക് അർത്ഥം അറിയില്ല. ഗാന്ധിജി എന്താണ് ഇത്രമാത്രം ഈ സത്യം അന്വേഷിക്കുന്നത്? ഇത്രമാത്രം കള്ളം അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ചിന്തയാണ് ഈ സത്യത എപ്പോൾ നോക്കിയാലും ഗാന്ധിജി സത്യത്തെ പറ്റി പറയുന്നു. ട്രൂത്ത് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ട്രൂത്ത് എന്നൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പറയുന്നു. ട്രൂത്ത് അന്വേഷിക്കലാണ് കാര്യം. വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന ട്രൂത്ത് എന്ന് പറയുന്നത് ആത്മീയ വിചാരത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിട്ടുള്ള സത്യം ഏതോ അത് ഏതൊരു സത്യമാണോ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. നമ്മുടെ ദൈവം എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്ന ഈ പ്രപഞ്ചത്തെയും നമ്മളെയും അണ്ടകടാഹത്തെയും മുഴുവൻ നിലനിർത്തുന്ന ഒരു സത്യം, ശാശ്വതമായിട്ടുള്ള സത്യം, മാറ്റിവെക്കാൻ പറ്റാത്ത സത്യം, സമാനതകളില്ലാത്ത സത്യം, ഓൾ പെർവേസീവ് ട്രൂത്ത്, ഓൾ പെർവേസീവ് ഫോഴ്സ്. അതിനെ തന്നെയാണ് ഗാന്ധിജി സത്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈശ്വരൻ അന്വേഷിക്കലാണ് ഗാന്ധിജി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയോഗമായി കണ്ടത്. ഈശ്വരൻ അന്വേഷിക്കുകയാണ് തന്റെ കർമ്മത്തിലൂടെ, തന്റെ സമൂഹ പ്രവർത്തനത്തിലൂടെ എല്ലാം അദ്ദേഹം ഈശ്വരനെ അന്വേഷിക്കുകയാണ്, ഈശ്വരന്റെ ആട്രിബ്യൂട്ട്സ് അന്വേഷിക്കുകയാണ്. ആ സത്യത്തിലേക്കുള്ള പരീക്ഷണമാണ് തന്റെ ജീവിതം മുഴുവൻ എന്ന് പറയുന്ന ഗാന്ധിജി വാസ്തവത്തിൽ രാഷ്ട്രീയ ജീവിതത്തെ പോലും ആത്മീയവത്കരിച്ച ഒരു വലിയ അത്ഭുത മനുഷ്യനാണ്. ഇപ്പൊ നമ്മൾ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ ആ പലരുടെയും തെറ്റിച്ചുപിടിക്കും, എന്റെയും തെറ്റിച്ചുപിടിക്കും. കാരണം ആത്മീയത എന്നുള്ള വാക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ രക്തം വാർന്ന് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ് അയ്യോ ശിവ എന്ന് പറഞ്ഞതുപോലെ കിടക്കുന്ന ഒരു വാക്ക് ആത്മീയതയാണ്. അത് കുത്തേറ്റ് ചവിട്ടേറ്റ് ജീവനറ്റ് രക്തം വാർന്ന് കിടക്കുകയാണ് ആത്മീയത. അങ്ങനെ കിടക്കേണ്ടതല്ല ആത്മീയത. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സഹജീവികളും ഞാനും ഒന്നാണ് എന്നുള്ള വിചാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യബോധമാണ് ആത്മീയത. ആ ബോധമാണ് ഗാന്ധിജി അന്വേഷിച്ചത്. അപ്പൊ ഭാരതീയ മനസ്സിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ടതാണ് ഈ അഹിംസയും ഈ സത്യ അന്വേഷണവും. ആ സത്യം എന്നത് ആത്മീയമായ സത്യത്തിന്റെ അന്വേഷണം തന്നെയാണ്. മറ്റൊന്ന് ഇങ്ങനെയൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിക്ക് സാമൂഹ്യ നീതി എന്നുള്ളത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനയിൽ മാത്രം എഴുതി ചേർക്കേണ്ട ഒരു കാര്യമല്ല. മറ്റൊന്ന് അത് നേരെ മറിച്ച് അതാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് അദ്ദേഹം അന്ത്യോദയ എന്നൊരു സങ്കല്പം ഉണ്ടായത്. നമ്മുടെ ഭരണഘടനയിൽ ഗാന്ധിജിയുടെ നേരിട്ടുള്ള ആശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അന്ത്യോദയ പോലുള്ള സങ്കല്പങ്ങൾ അത് ഗാന്ധിജിയുടെ ആശയമാണ്. പക്ഷെ സോഷ്യൽ ജസ്റ്റിസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എന്നൊക്കെ പ്രിയാമ്പിളിൽ പറയുന്നില്ലേ? സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യമായ നീതി. ഇവിടെ ജാതിയുടെ പേരിൽ സമ്പത്തിന്റെ പേരിലൊക്കെ വളരെ അധപ്പതിച്ചു കിടക്കുന്ന, ദുഃഖിച്ചു കിടക്കുന്ന, കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് സാമൂഹ്യ നീതി കിട്ടണം. അന്ത്യോദയ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജിയുടെ സങ്കല്പം ഏറ്റവും അന്ത്യനായിട്ടുള്ള, ഏറ്റവും അവസാനം നിൽക്കുന്നവര് പോലും ഈ രാഷ്ട്രത്തിന്റെ നീതി കിട്ടുന്നിടത്ത് മാത്രമേ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ ആശയം ഈ ഭാരതത്തിന്റെ മനസ്സിൽ നിന്ന് ആർജിച്ചെടുത്തതാണ്. നെഹ്റു തന്റെ 1947 ഓഗസ്റ്റ് 14 പാതിരാത്രിയിലെ അർദ്ധരാത്രിയിലെ പ്രഭാഷണത്തിൽ സ്പീച്ചിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് we shall not rest till we wipe every tear from every eye. ഓരോ കണ്ണിൽ നിന്നും ആ കണ്ണീരെ തുടച്ചു മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. ആ ആശയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ അന്ത്യോദയ സങ്കല്പത്തിൽ നിന്ന് ഭരണഘടനയിലേക്കും അന്നത്തെ നേതാക്കളുടെ മനസ്സിലേക്കും കടന്നുകൂടിയ ഉത്കൃഷ്ടമായ ഒരു ആശയമാണ്. നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങൾ നേരിട്ടൊന്നും അവിടെ പറയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ അല്ലാത്ത ഒരു ഭരണഘടന ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമാകുമായിരുന്നില്ല. കാരണം ഗാന്ധിജിയുടെ സാമൂഹ്യ ബോധം, ഗാന്ധിജിയുടെ ഒരു ദേശഭാവന, ഗാന്ധിജിയുടെ ഒരു സമത്വ ഭാവന എല്ലാം വന്ന് ഈ രാജ്യത്തെ
ഒരാൾ വന്ന് ഇന്ത്യയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഒരുപക്ഷെ ഏറ്റവും അധികം സാമൂഹ്യ നീതിയെ ഉദാത്തവൽക്കരിക്കുന്ന ഒരു ഭരണഘടനയായി മാറി. അവിടെ ഗാന്ധിജി ജീവിക്കുകയാണ്. അങ്ങനെയെല്ലാം ഉള്ള ഒരു ആശയങ്ങളിൽ നിന്നാണ് ഗാന്ധിജി തന്റെ ജീവിതത്തിൽ ഇത്രയേറെ ലാളിത്യം കൊണ്ടുവന്നത്. ഈ ലാളിത്യ ബോധവും വാസ്തവത്തിൽ ഇന്ത്യയുടെ ആത്മാവിൽ സ്പർശിച്ചൊരു കാര്യമാണ്. ലാളിത്യബോധം ഗാന്ധിജിയെ പോലെ വസ്ത്രധാരണം ചെയ്തതുകൊണ്ട് മാത്രമേ നമുക്ക് ലാളിത്യബോധം ഉണ്ടാകൂ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വസ്ത്രധാരണത്തിലെ വിപ്ലവം നടത്തുക എന്നുള്ളത് അതിധീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കവറിട്ടിട്ടില്ല. കാരണം എനിക്ക് കവറിന് ഇടാനുള്ള ധീരതയില്ല. കാരണം ഞാൻ നാളെ കവറൊക്കെ വാരി പുറച്ചിട്ട് കിടന്നല്ല ഇവനൊരു ഫ്രോഡായി കേട്ടോ ആളുകൾ പറയുന്നത് ഇയാൾ എന്തിനാണ് ഈ വേഷം കിട്ടുന്നത് എന്ന് ചോദിക്കുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ കവറൊന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിൽ ഉപയോഗിക്കും. അപ്പോ പക്ഷെ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം തന്റെ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് ഒരൊറ്റ ഒരു ധോത്തി കൊണ്ട് തന്റെ ശരീരം മറച്ചുകൊണ്ട് നടന്ന് ഈ രാജ്യത്തിലൂടെ നടക്കാൻ, യൂറോപ്പിൽ പോകാൻ, ബക്കിംഗ്ഹാം പാലസിൽ പോകാൻ ഒരു ഗാന്ധിജിക്ക് മടിയുമില്ല. കാരണം അപാരമായ ധീരതയാണ് ആശയത്തിന്റെ ധീരത. അപ്പോ ഈ ധീരതയും ഈ കർമ്മശുദ്ധിയും ഈ സാമൂഹ്യ നീതിബോധവും അതൊക്കെ തന്റെ പൊതുജീവിതത്തിന്റെ അടിപ്പടവുകളാക്കി മാറ്റിയ ഗാന്ധിജിയെ എങ്ങനെയാണോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ അഴീക്കോട് മാഷിനെ കേരളം ഇന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നത് പോലെ ഈ ഗാന്ധിജിയെ നമ്മൾ ഇന്ന് അന്വേഷിക്കുകയാണ്. ഈ ഗാന്ധിജിയിൽ നിന്ന് ഈ രാജ്യം എന്തുമാത്രം അകന്നു പോയിരിക്കുന്നു. ഗാന്ധിജിയുടെ 1945 ജനുവരി 30 മരണം ഒരു വ്യക്തിയുടെ ഹത്യയല്ല, നേരെ മറിച്ച് ഒരു ആശയത്തിന്റെ സംസ്കരണമാണ്. അത് മനസ്സിലാക്കിയിട്ടാവണം അന്ന് നെഹ്റു രാജ്യത്തിലൂടെ നടത്തിയ പ്രക്ഷേപണത്തിൽ പറഞ്ഞു, "The light has gone out of our lives." നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം പൊലിഞ്ഞു പോയിരിക്കുന്നു. വാസ്തവമാണ്, ആ പ്രകാശം പിന്നെ ആരും കൊടുത്തിയില്ല. ഗാന്ധിജി മരിച്ചുവെങ്കിലും ഗാന്ധിജിയുടെ പ്രകാശം, ആശയത്തിന്റെ പ്രകാശം നമ്മുടെ ദേശത്തിന്റെ ദേശഭാവനയുടെ ഹൃദയത്തിൽ തെളിയിക്കുവാൻ പിന്നീട് വന്ന നേതാക്കൾക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കഴിഞ്ഞു, കുറച്ചു കാലത്തേക്ക് കഴിഞ്ഞു. പിന്നെ അങ്ങ് ആ വെട്ടം വെളിച്ചം അങ്ങ് പോയി. അവിടെ വെളിച്ചം വരുന്നതായിട്ട് പോലും നമുക്ക് ഇന്ന് അറിഞ്ഞുകൂടാത്ത മട്ടിൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിലൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഗാന്ധിജിയെ മറന്നേ പോയി ഈ രാജ്യം എന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ കണ്ണീരൊഴുകുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. കാളിദാസന്റെ രഘുവംശത്തിലെ ദിലീപൻ എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തി അത് അവതരിപ്പിച്ചതിന് ശേഷം ഒടുവില് രഘുവംശം അവസാനിക്കുന്നത് അഗ്നിവർണ്ണൻ എന്നൊരു രാജാവിന്റെ കാര്യം പറഞ്ഞു. ദിലീപൻ ജനക്ഷേമത്തിന് വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെയും പോകാൻ തയ്യാറായിരുന്നുവെങ്കിൽ അഗ്നിവർണ്ണൻ അങ്ങനെ സ്ത്രീകളുമായിട്ട് രമിച്ച് അങ്ങനെ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. അപ്പോ മന്ത്രി വന്ന് പറഞ്ഞു, അല്ല അങ്ങയെ കാണാൻ ഇങ്ങനെ ജനങ്ങളൊക്കെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു സൂത്രം കണ്ടുപിടിച്ചു. അപ്പൊ ജനലുണ്ടാക്കിയിട്ട് തന്റെ കാല് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. കാല് വേണമെങ്കിൽ കണ്ടു, കാരണം എന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാല് മാത്രം വെളിയിൽ കൊടുത്തൊരു അഗ്നിവർണ്ണനെ രഘുവംശത്തിൽ കാളിദാസൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തിനാണ് കാളിദാസൻ ഈ രഘുവംശം എഴുതാൻ പോയത്? അതിനകത്ത് ഒരുപാട് രാജാക്കന്മാരുടെ കഥകളുണ്ട്. രഘുവിന്റെ കഥ രഘുവംശമാണല്ലോ. ദിലീപന്റെ കഥയുണ്ട്, അതിന്റെ കഥയുണ്ട്, ഒരുപാട് പേര് ശ്രീരാമന്റെ കഥയുണ്ട്. അവസാനം ഈ അഗ്നിവർണ്ണനിലെത്തി രഘുവംശം രഘുവിന്റെ വംശം നശിക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം, ഞാനൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിന്തിച്ചത് കേട്ടത്. എങ്ങനെ ഒരു വംശം ഒരു അഗ്നിവർണ്ണനെ കൊണ്ട് നശിക്കും എന്നാണ് രഘുവംശത്തിലൂടെ കാളിദാസൻ നമുക്ക് മുന്നറിയിപ്പ് തന്നത്. തന്റെ കർമ്മം മറന്നിട്ട്, കർമ്മശുദ്ധി മറന്നിട്ട്, ലാളിത്യം മറന്നിട്ട്, ഈ സുഖഭോഗങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്ന് ജനങ്ങൾക്ക് തന്റെ മുഖം കാണണമെങ്കിൽ എന്റെ കാല് കണ്ടോളൂ എന്ന് പറയുന്ന അഗ്നിവർണ്ണനിൽ എത്തുമ്പോ ഒരു സാമ്രാജ്യം തകരും, ഒരു രാജവംശം തകരും എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹാകവി നടത്തിയ പ്രവചനം ഭാരതത്തിൽ എങ്ങനെ നടപ്പാവുമോ എന്ന് ഉള്ള ആശങ്കയിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മളിപ്പോൾ. അങ്ങനെ ആവാതിരിക്കട്ടെ. ഗാന്ധിജിയുടെ പ്രകാശം, ഗാന്ധിജി എന്ന് പറയുന്ന പ്രകാശം വലിയ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ പ്രകാശത്തെ പുനരന്വയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അഴീക്കോട് മാഷിൽ നമ്മൾ നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖമുണ്ടാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഗാന്ധിജിയെ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ കേസരത്തിൽ പ്രതിഷ്ഠിക്കുവാൻ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച മാഷിനെ ഞാൻ ഇപ്പോഴും ഐ മിസ് ഹിം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഗാന്ധിജിയുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് പുനരാനയിക്കാൻ നമുക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്കെങ്കിലും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് 5:45 ഗാന്ധിജി വലിയ സമയപ്പെടുത്തിയുള്ള ആളായിരുന്നു. 5:45 ഞാൻ നിർത്താമെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ
സൂചിപ്പിച്ചിട്ടുള്ളൂ. മറ്റൊരു അവസരത്തിൽ വിപുലമായി ഭാരതീയതയും ഗാന്ധിജിയും എന്ന വിഷയത്തെ പറ്റി സംസാരിച്ചു കൊള്ളാം, അല്ലെങ്കിൽ എഴുതിക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്ഷമാപൂർവമായിട്ടുള്ള നിങ്ങളുടെ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗാന്ധിജിയുടെ അസ്തമിക്കാത്ത ആ പ്രകാശ ധീരതയ്ക്ക് മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ബഹുമാന്യനായ ശ്രീ കെ ജയകുമാർ, ഫാദർ ഡോക്ടർ കെ ജോർജ്, ശ്രീ പോൾ മണൽ, പ്രൊഫസർ മാത്യു ബ്രാ, ഡോക്ടർ വർഗീസ് കുന്നൂസ്, തോമസ് ഗുരുവിള, ഈ അഴീക്കോട് ട്രസ്റ്റിന്റെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാനും ഫാദർ കെ ജോർജ് രചിച്ച എന്ന് പറയുന്നതിലൊരു അപകടമുണ്ടെന്ന് തോന്നുന്നു. പ്രഭാഷണങ്ങൾ ഒരു ഗ്രന്ഥമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തൽ എന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, ശ്രീ ജയകുമാർ സാറിന് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഒരു 40 വർഷം മുമ്പ് എംജി സർവകലാശാലയിൽ എന്നെ കുടിയിരുത്തിയ ഒരു ആളുകൂടെയാണ്. 1984 സർവകലാശാലയിൽ അന്താരാഷ്ട്ര പഠന വിഭാഗത്തിൽ ആദ്യമായി ഞങ്ങൾ 4 പേരെ നിയമിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു രജിസ്ട്രാർ. ഒരു അത്ഭുതം പോലെ ഒരു രജിസ്ട്രാറിനെ അന്നും ഇന്ന് ഞാൻ കാണുന്നത്, ഞങ്ങളുടെ നിയമനം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഞങ്ങൾ 4 പേരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചു, ഒരു ചായയൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് വിദ്യാർത്ഥികളെ എടുത്തിട്ടുണ്ട്, അവർക്ക് ലിറ്ററലി ഡിസ്ഗ്രാൻഡൽ. ഈ വാക്ക് ഞാൻ എന്ന് ഓർക്കുന്നുണ്ട്. ടേക്ക് കെയർ ഓഫ് ദ. ആ വാക്ക് ഈ കഴിഞ്ഞ 40 വർഷവും ഞാൻ പാലിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യ ബാച്ചിലൊരു വിദ്യാർത്ഥി കോട്ടയം കളക്ടറായിട്ട് വരികയും ചെയ്തു. മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പ്രധാന പ്രസ് സെക്രട്ടറി ആയിട്ട് വന്നു. ആദ്യ ബാച്ചില് ജയകുമാർ രജിസ്ട്രാറായിരുന്ന കാലം 54 അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് കോഴിക്കോട് കളക്ടറായിട്ടൊക്കെ പോകുന്നത്. ധാരാളം ഫംഗ്ഷനിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നിച്ചൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് 40 വർഷത്തിന് ശേഷമാണ്. ആ ഒരു സന്തോഷം കൂടിയുണ്ട്. മറ്റൊന്ന്, എന്റെ ഫാദർ കെ ജോർജ് എന്ന് പറയുന്നത് എന്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. ഞാനിന്നും സർവകലാശാലയിൽ ചില റിട്ടയർമെന്റിന് ശേഷവും ചില ഔദ്യോഗിക ജോലികൾ വഹിക്കുന്നതിന്റെ ഭാഗമായി ഫാദർ കെ ജോർജുമായി ധാരാളം അദ്ദേഹത്തിന്റെ ഈ ബൗദ്ധിക യാത്രയിലെ ഒരു സഹസഞ്ചാരി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം, കരുതാം. ധാരാളം പരിപാടികൾ ഈ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ തന്നെ പങ്കെടുക്കുകയും ചില പ്രഭാഷണങ്ങളിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ഈ പ്രഭാഷണങ്ങൾ എല്ലാം എനിക്ക് പരിചിതമാണ്. നേരത്തെ തന്നെ ഈ പ്രഭാഷണങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഒറ്റ വാല്യത്തിലാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ 450ഓളം പേജുള്ള ഈ കൃതി എനിക്ക്, ഞാൻ കുറേ ദിവസമായി ഞാൻ ഈ കൃതിയുമായി സല്ലപിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം, ഞാനിവിടെ സർവകലാശാലയിൽ 10, 30, 40 വർഷം പഠിപ്പിച്ചിട്ട് എനിക്ക് മലയാളത്തിൽ ഇത്തരത്തിലൊരു കൃതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ ആമുഖം വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമായി തോന്നാവുന്ന വലിയ വ്യക്തിത്വങ്ങളെ ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരിക. അദ്ദേഹം തോമസ് കൂൻ എന്ന ചിന്തകനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പാരഡൈം ഷിഫ്റ്റ്, കുടമാറ്റത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു കുടയ്ക്ക് കീഴിലേക്ക് ബൗദ്ധിക
ശ്രേഷ്ഠന്മാരെ കൊണ്ട് അണിനിരത്തുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം. എനിക്ക് തോന്നുന്ന പോൾ മണ്ണിലൊക്കെ രാവിലെ വന്ന് അച്ഛനോട് പറയാണ് ടോപ്പിക് എഴുതി തരിക പ്രസംഗിക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചത്. ഒരു വലിയ ചലഞ്ചായി ഏറ്റെടുക്കുകയും ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കുകയും ഓരോ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യത അക്കാദമികമായ സാമൂഹികമായ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് അത് ഏറ്റെടുക്കുകയും പ്രഭാഷണം നടത്തി. സാധാരണ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അതൊരു പുസ്തക രൂപത്തിലാകണമെങ്കിൽ അത് നല്ല ബദ്ധപ്പാടുള്ള ഒരു പണിയാണ്. അത് സ്വയം ഏറ്റെടുത്ത് അത് നിർവഹിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് മലയാള സാഹിത്യം ശ്രേഷ്ഠ സാഹിത്യം എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും ഈ ലോക സാഹിത്യത്തിലെ അല്ലെങ്കിൽ ബൗദ്ധിക ലോകത്തിലെ പല വിചാരധാരകളിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയിൽ വളരെ കുറവെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് വളരെയധികം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായ ഞാൻ പരിഭാഷകൾ ഞാൻ മാറ്റി നിർത്തുന്നുണ്ട്. ക്ലാസിക് കൃതികളുടെ പരിഭാഷകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൃതി രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃതിയുടെ കർത്താക്കളെ വിവരിക്കുന്ന അവരുടെ സിദ്ധാന്തങ്ങളെ വിവരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും ദുർഗ്രാഹ്യമായ ഭാഷയിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ മനസ്സിലാകുന്ന നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ തോന്നും ചിലപ്പോൾ ചില കൃതികളൊക്കെ വായിച്ചാൽ. മലയാള ഭാഷയ്ക്ക് തന്നെ ചിലപ്പോൾ ഒരു ഭാരമായി തോന്നാവുന്ന പല കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. സൈദ്ധാന്തിക ലോകത്ത് തന്നെ നമുക്ക് വളരെ ദുർഗ്രാഹ്യത നിറഞ്ഞ ഒരു മേഖലയായി മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പാശ്ചാത്യ ലോകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. ഇപ്പൊ ഫ്രാൻസിലും ഫ്രഞ്ചിലും ജർമ്മനിലും അല്ലെങ്കിൽ ഈവൻ ചൈനീസ് ഭാഷയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള കൃതികൾ അതിന്റെ തനത് മൂല്യം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യമാണ്. ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ നമ്മൾ ഭാഷാന്തരീയത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ലോകമാണ്. അതിനെയാണ് ഫാദർ കെ എം ജോർജ് കീഴടക്കിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് മലയാള വാക്കുകളൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കൃതികൾ ഈ പ്രഭാഷണങ്ങൾ അത് എഴുത്ത് വരമൊഴിയായി മാറ്റുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങൾ, ചില ഇംഗ്ലീഷ് വാക്കുകൾക്കുള്ള സമാനമായ മലയാളം വളരെ ലളിതമായി. അതുകൊണ്ടാണ് നേരത്തെ ഇതിനൊരു ആമുഖം എഴുതിയ ജയിച്ചതായി പറയുന്നത്. എനിക്ക് തോന്നുന്നത് സുകുമാരഴിക്കോടും ഒരു കൃതിയുടെ ആമുഖത്തിൽ പറയുന്നത് ഫാദർ കെ എം ജോർജിന്റെ ഈ ഭാഷ ഇത്ര ലളിതമായി സുതാര്യമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഒരുപക്ഷെ നമ്മുടെ സർവകലാശാലകളിൽ കലാലയങ്ങളിലെല്ലാം ഏത് വിഷയം സയൻസ് പഠിക്കുന്നവരായാലും സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവരായാലും മറ്റ് ഏതൊരു വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും ഒരു അനിവാര്യമായ ഒരു പാഠപുസ്തകമായി കരുതേണ്ട ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ശാസ്ത്രം പഠിക്കുന്നവർ നിർബന്ധമായി വായിക്കേണ്ട ഒരു 10-15 ലേഖനങ്ങൾ ഇതിലുണ്ട്. സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ദാർശനിക ഈ പറഞ്ഞ ശാസ്ത്ര സംബന്ധമായ ലേഖനങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഈ 34 കൃതികൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ 34 പേരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നതെങ്കിൽ 34,000 പേരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഓരോ കൃതിയിലും ഓരോ ലേഖനത്തിലും ഒരാളെ കുറിച്ചല്ല ഒരുപാട് ആൾക്കാരെ കുറിച്ചുള്ള റെഫറൻസുകൾ വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ മേന്മ. എനിക്ക് ജയചന്ദ്രൻ നായരുടെ ഒരു ആമുഖത്തിലാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ കൃതിയുടെ അവസാനം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു പാഠപുസ്തകം ആകുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു ബൗദ്ധിക ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ആദ്യത്തെ കൃതി ഇറങ്ങുന്നത് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും, കൂടുതലായിട്ട്. അത് ഇവിടുത്തെ സമകാലിക മലയാള വാരികയിലൊക്കെ
വന്നു കുറച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനുശേഷം കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഒരു പാഠ്യപദ്ധതിയിലും ഈ കൃതികൾ ഇന്നിപ്പോ അതൊരു ഒറ്റ വായനയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഉൾപ്പെടുത്താൻ അത് ഏത് വിഷയത്തിലായിക്കോട്ടെ, അത് സയൻസിലോ സാമൂഹ്യ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഏത് ഫിലോസഫിയുടെ മേഖലയിലോ ആയിക്കോട്ടെ, അത് ആരും കേൾക്കാത്ത എനിക്ക് ഇന്നും അതിശയം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാന് ഞാൻ കത്തെഴുതും. ഈ കൃതി എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ പാഠ്യപദ്ധതിയിൽ അനിവാര്യമായ ഒരു ഗ്രന്ഥമായി മാറുന്നില്ല എന്നുള്ളത് ആലോചിക്കും. ഞാൻ അച്ഛനെ വാക്കുകാരിയാണ്, അത് ഞാൻ നിർബന്ധമായി ചെയ്തിരിക്കും. എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ വിദ്യാർത്ഥികളും, അത് ഗ്രാജുവേറ്റ് തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗവേഷണം, ഞാൻ ഗവേഷണ സംബന്ധമായ മേഖലയിൽ റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ നിരന്തരം സംസാരിക്കുന്ന ഒരു 5 പേരെങ്കിലും ഈ കൃതിയിലുണ്ട്. അത് തോമസ് കുൻ ആയിക്കൊള്ളട്ടെ, അതുമാതിരി യുവാനിലിച്ച് ആയിക്കൊള്ളട്ടെ, നിരന്തരമായി നമ്മൾ സംവദിക്കുന്ന വ്യക്തികളാണ്. ഞാൻ ഈ മെത്തഡോളജി ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, കാരണം ചിലപ്പോൾ വിദേശ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഇത് മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതിനൊരു കാരണം 1987-88 കാലങ്ങളിൽ ഞങ്ങളെ സർവകലാശാലയിൽ ഡോക്ടർ യു.ആർ. അനന്തമൂർത്തി വൈസ് ചാൻസലറായി വരുമ്പോൾ ഡോക്ടർ ജയകുമാർ ഞങ്ങളെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ച മാതിരി അനന്തമൂർത്തി എന്നെയും ഡോക്ടർ രാമകൃഷ്ണനെയും ഡോക്ടർ രാജുവിനെയും തോമസിനെയും വിളിച്ചിട്ട് പറഞ്ഞു, why don't you teach your international relations in Malayalam? വാസ്തവത്തിൽ ഞങ്ങൾക്ക് വളരെ നാണം തോന്നി. എന്തുകൊണ്ട് നിങ്ങൾ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ വിഷയം മലയാളത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റില്ല? ഞങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ ഇടം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിദേശ വിദ്യാർത്ഥികൾ വരുന്നതുകൊണ്ട് മലയാളം ഒരു തടസ്സമാണ്. പക്ഷെ അത് തടസ്സം ഞങ്ങളുടെ തടസ്സവാദം ഉന്നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഇത്തരം കൃതികൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ശാസ്ത്ര മേഖലയിൽ ഇന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്ന സർവകലാശാലയിൽ ഒരു കൃതിയെങ്കിലും മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയാം. ഒരു IIT-യിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ. അത് എന്തോ ഒരു അപരാധം പോലെയാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്തോ ഒരു അപരാധം പോലെയാണ് എന്ന അർത്ഥത്തിലാണ്. ഫാദർ ജോർജിന്റെ ഈ കൃതിയിലെ നോം ചോംസ്കിയെ കുറിച്ചുള്ള ഒരു അധ്യായമുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ അദ്ദേഹം വളരെ ലളിതമായി പാത്തുമ്മയുടെ ആട് ഉൾപ്പെടെയുള്ള കൃതികളെയൊക്കെ റെഫർ ചെയ്താണ് എഴുതുന്നത്. അതിൽ നമ്മുടെ ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു നിലപാട് ചോംസ്കി എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാദർ ജോർജിനോട്. നമ്മൾ വ്യാകരണം പഠിക്കാതെ തന്നെ നമ്മൾ അന്തർലീനമായിരിക്കുന്ന ഒരു വ്യാകരണ പ്രവൃത്തി അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മൾക്ക് കുഴപ്പമാണ്. സ്വന്തം ഭാഷയിൽ മാതൃഭാഷയിൽ നമുക്ക് ആശയം സ്വാംശീകരിക്കാനും മിനിമൈസ് ചെയ്യാനും കഴിയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നെങ്കിൽ പിന്നെ കതിരിന്മേൽ വളർത്തിക്കുന്ന മാതിരിയാണ്. ഭാഷ എന്ന് പറയുന്നത് ആശയങ്ങളുടെ വെറും സംയമനത്തിലുള്ള അത് ആന്തരിക ഒരു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം ഭാഷ എന്ന് പറയുന്നത്. ചോംസ്കിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചോംസ്കി ഒരു ആധുനിക ലോകത്ത് ചോംസ്കി അറിയുന്നത് വലിയൊരു അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു ചിന്തകനായിട്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ എന്ന് പറയുന്ന വളരെ സങ്കീർണമായ മേഖലകൾ വളരെ കുറച്ചു പേർക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ വളരെ ലളിതമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ചോംസ്കി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് ലെവിനാസ് ആയാലും പിന്നെ ഷൂമാക്കർ ആയാലും
ഈ നമ്മുടെ പഠന മേഖലകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം അത് ഡീപ് ഇക്കോളജി, ഗൂഢ പാരിസ്ഥിതിക ശാസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ദർശനശാസ്ത്രത്തിന്റെ വളരെ സങ്കീർണമായ മേഖലകളിൽ എല്ലാം കടന്നു ചെന്ന് നമ്മളെ ഒരു സാധാരണ ലളിതമായ ഒരു യുക്തിയിൽ നമ്മൾ തളയ്ക്കപ്പെട്ട് നമ്മളുടെ ചിന്തകളെല്ലാം തളയ്ക്കപ്പെട്ടതിൽ നിന്നും വളരെ ഉയർന്നൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന 34 ലേഖനങ്ങളാണ് ഈ കൃതിയിലുള്ളത്. ഞാൻ വിശദമായിട്ട് ഇതിന്റെ ഘടനയോ അതിന്റെ പിന്നെ ഉള്ളടക്കമോ ഒന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഓരോരുത്തർക്കും വായിച്ച് സ്വയം പ്രബുദ്ധരാകുക എന്നുള്ള ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. 2-3 ലേഖനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ശ്രീ ജയകുമാർ ചർച്ച ചെയ്ത് വളരെയധികം പ്രസക്തമായ ഒരു ലേഖനം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ ഫാദർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം ലേഖനമായി മാറിയതാണ്. അതുമാതിരി റെയ്മോണ്ട് പണിക്കരെ കുറിച്ചുള്ള ഒരു ലേഖനം, മലയാളിയായി പകുതി മലയാളിയായി സ്പെയിനിൽ ജീവിച്ച അദ്ദേഹത്തെ അറിയാവുന്ന റെയ്മോണ്ട് പണിക്കരെ അറിയാവുന്ന എത്ര മലയാളികളുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവരുടെ എല്ലാം ആശയങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യം ഭാരതീയ ദർശനത്തെ അവരുടെ പാശ്ചാത്യ ദർശനങ്ങളുമായി ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആ ലേഖനം ഞാൻ തിരുമേനിയുടെ പല കൃതികളും വായിച്ചിട്ടുണ്ട്. ഫാദർ ജോർജ് തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ ഇതെല്ലാം കൂടെ നമ്മുടെ നാട്ടിലെ സർവകലാശാലയിലെ ടെക്സ്റ്റ് ബുക്ക് ആകേണ്ട കാലം ഇന്നേ കഴിഞ്ഞു. ഇതൊന്നും ആരും അറിയുന്നുമില്ല. ഈ കൃതിയിൽ അദ്ദേഹം പറയുന്ന കാര്യം ശ്രീ ജയകുമാർ ഇവിടെ ഊന്നി പറഞ്ഞു. ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ടതല്ല. അതിന് ജൈന മതവും ബൗദ്ധിക ബുദ്ധമതവും ഒക്കെ ആയിട്ടുള്ള ഒരു ഇടപെടലിൽ അതിന്റെ ഒരു കൂടിച്ചേരലിന്റെ ഒരു സമന്വയതയുടെ ഒരു ഭാവം. തിരുമേനിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ശ്രീ ജയകുമാർ പറഞ്ഞ മാതിരി നമ്മൾ സുകുമാർ എഴുതിക്കൊണ്ടെന്ന് പറയുന്ന മാതിരി ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഈ നമ്മുടെ ജീവിത താളം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഇത്തരം ചെറിയ ചെറിയ തുരുത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാടക വീട്ടിൽ എല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രകാശം പയറ്റുന്ന ചെറിയ മിന്നാമിനികൾ പോലെ പ്രസരിക്കുന്ന ചെറിയ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും അത് കേൾക്കാൻ തന്നെ വളരെയധികം ഒരു എന്താ പറയുക ബന്ധപ്പാടുള്ള കാലമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൽ തന്നെ എത്ര പേര് പുതിയ തലമുറയിൽ നിന്നുള്ളവരുണ്ട് എന്ന് നമുക്ക് ആഗ്രഹിക്കുമായി. ഇവിടെ മാത്രമല്ല, ബൗദ്ധികമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ള വേദികളിലെല്ലാം എത്തിപ്പെടുന്നത് ഏതാണ്ട് ഒരു 40-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ അത് ആ തലമുറയുടെ ഒരു ഗൃഹാതുരത്വം ഇങ്ങനെ നിലനിർത്തുന്ന വേദികളായി ഇതൊക്കെ മാറുകയാണ്. പുതിയ തലമുറ ന്യൂ ജനറേഷൻ ഓൾസോ. പക്ഷെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക വഴി ഈ ബൗദ്ധിക മേഖലകളെ അവർക്ക് നിരന്തരമായി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഉത്തരവാദിത്തമായി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മഹത്തായ കൃതിയായി ഞാൻ ഇതിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഫാദർ ജോർജിന് എല്ലാ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം. പുസ്തക
ബഹുമാന ഇക്കോ ട്രസ്റ്റിന്റെ സുഹൃത്ത് കൂടിയായ ഡോക്ടർ വർഗീസ് കുന്നൂസ് സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ ഈ പുസ്തകം നേരത്തെ ആദ്യത്തെ പത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ മറച്ചു നോക്കാനേ പറ്റുള്ളൂ. എനിക്ക് അത്ഭുതം തോന്നി. മാത്രമല്ല അദ്ദേഹത്തിനോടൊരു അപ്പോളജി കൂടെ പറയുന്നത്, അദ്ദേഹവും ഈ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. ആ ശൈലി ഒന്നും എൻ്റെ കാര്യത്തിൽ നിങ്ങളെ പ്രതീക്ഷിക്കും. കാരണം അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആൻഡ് സ്റ്റുഡിയസ് നോട്ട്സ് ഒക്കെ എടുത്ത് വളരെ കൃത്യമായി പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. എനിക്ക് അത്തരത്തിലുള്ള ഡിസിപ്ലിൻ ഒന്നുമില്ല. പിന്നെ മനസ്സിൽ കിടക്കുന്നത് പറയുന്നത് ഞാൻ പറയാൻ വന്നതല്ല. പറയാൻ വന്നത് ഇതൊക്കെ മലയാളത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായി നല്ല മലയാളത്തിൽ നമുക്കിവിടെ ഒരുപാട് പ്രഗത്ഭന്മാർ അവതരിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വായിച്ചാൽ മതി, ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതി നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ശില്പികളെ നമുക്ക് കുറേ. മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു, സ്ഥാപക വൈസ് ചാൻസലർ. ഒരു പോയിന്റ് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ എന്തുകൊണ്ട് മലയാളത്തിൽ വരുന്നില്ല? ഇപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് ആയാലും ശരി, നമ്മുടെ മറ്റ് ഹ്യൂമാനിറ്റീസ് ആയാലും ശരി, ശാസ്ത്ര വിഷയങ്ങളായാലും ശരി, എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു കൊളോണിയൽ മനസ്സിൽ നിന്ന് മോചനം നേടിയിട്ടില്ല എന്നുള്ളത്. 1867 അന്നത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളെ കൂടുതൽ അതീശത്വം നമ്മുടെ മേൽ ഉറപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാരുടെ സർവകലാശാലകളുണ്ടായി. 3 പ്രസിഡൻസികളിലായിട്ട് കൽക്കട്ടയും ബോംബെയും മദ്രാസ് പ്രസിഡൻസി. അവിടെ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചു. അന്ന് ഇന്ത്യയിൽ മറ്റ് യൂണിവേഴ്സിറ്റികളില്ല. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ ആരംഭിച്ച യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷായിരിക്കും മാധ്യമം. കാരണം ഇവിടെയുള്ള സംസ്കൃതം, പ്രാദേശിക ഭാഷകളൊക്കെ അതെല്ലാം ഫോർമാറ്റ്സ് ലാംഗ്വേജ്, അല്ലെങ്കിൽ അതൊക്കെ യൂസ്ലെസ് ലാംഗ്വേജുകളാണ് എന്ന് സ്ഥാപിക്കലാണ് കൊളോണിയലിസത്തിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ആധുനിക ലോകവുമായിട്ട് പരിചയപ്പെടണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടണം. അത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. തെറ്റില്ല. ബ്രിട്ടീഷുകാരാണെങ്കിലും അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നമ്മൾ എല്ലാം പലതും മാറ്റി. അത് മാറ്റിയില്ല. മാറ്റാത്ത കൂട്ടത്തിലൊന്ന് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഇംഗ്ലീഷിലാവാനേ പറ്റൂ. അതല്ലാതെ ഒരു മാർഗമില്ല എന്നുള്ളൊരു ഗതികേട് നമ്മൾ സ്വയം ഏറ്റെടുത്തു. ഈ ഒരു കൊളോണിയൽ വിധേയത്വത്തിന് ഒരു വിപരീത ദിശയിലേക്കുള്ള പോക്കാണ് കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഭാഷാ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് മലയാള സർവകലാശാലയുടെ തുല്യത്തിൽ മലയാള സർവകലാശാലയുടെ ലക്ഷ്യമെന്ന് ഒരു ആദ്യ വൈസ് ചാൻസലർ, സ്ഥാപക വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. സാറി പറഞ്ഞതിലേ കാരണം തന്നെ ഇപ്പോൾ ഞങ്ങളിവിടെ സോഷ്യോളജി തുടങ്ങി. അപ്പോൾ പറയുന്നത് സോഷ്യോളജി എങ്ങനെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ നമ്മളെങ്ങനെ പഠിപ്പിക്കും? പുസ്തകമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഈ മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്നുള്ളതല്ല. നിങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് മലയാളത്തിലെ പുസ്തകങ്ങൾ ഉണ്ടാകും. അതുവരെ ഇംഗ്ലീഷ് മലയാളം മണിപ്രമാണത്തിലൊക്കെ നമ്മൾ പഠിപ്പിക്കും. പതുക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വൊക്കാബുലറി ഉണ്ടാക്കുന്നു. നമ്മൾ അക്കാദമികമായിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു ഭാഷ അതിൻ്റെ വൈജ്ഞാനിക സാഹിത്യത്തിൽ സമ്പന്നമാക്കേണ്ടത്. ഇംഗ്ലീഷ് എങ്ങനെ സമ്പന്നമായി? അവർ പുസ്തകങ്ങൾ എഴുതി ലോകത്ത് എവിടെ കിട്ടിയാലും ആശയം ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നു. മലയാളത്തിൽ എന്ത് പഠിപ്പിച്ചാലും കേരളത്തിൽ എന്ത് പഠിപ്പിച്ചാലും അത് ഇംഗ്ലീഷിൽ മാത്രം പഠിപ്പിക്കുന്നത് കൊണ്ട് വൈജ്ഞാനിക മേഖലയിൽ മലയാളം ദുർബലമാണ് എന്ന ആശയം നമ്മുടെ മനസ്സിലും കയറിയിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഏത് ആശയവും വഴങ്ങുന്ന ഒരു ഭാഷയാണ് മലയാളം. നമ്മളതിലേക്ക് പ്രവേശിച്ചാൽ മതി. വൈദ്യശാസ്ത്ര വ്യവസായം ഞങ്ങൾ പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാം. ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ അവരെ പഠിപ്പിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് മലയാളത്തിൽ പഠിപ്പിച്ചുകൂടാ? പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ കൊളോണിയലിസം മാറിപ്പോകാൻ വിഷയം. ഞാൻ 5 വർഷമായിട്ട് നടന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടെന്നാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത്. മലയാളത്തിൽ സർവകലാശാല എന്ത് കാര്യം എന്ന് ചോദിച്ച ഒരുപാട് പേരുള്ളവരുടെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ എന്തെല്ലാം നമുക്ക് മലയാള ഭാഷയിലേക്ക് DC ബുക്സിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വൈജ്ഞാനിക സാഹിത്യം കൂടുതലായി നമ്മുടെ ഭാഷയിലേക്ക് വരണം. അങ്ങനെ അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുതെന്നല്ല, ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷേ ഭാഷയിൽ മലയാള ഭാഷയെ സമ്പന്നമാക്കാൻ
അത് ഏറ്റവും ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജോർജ്. കാരണം അദ്ദേഹം ഇത്രയും ഭംഗിയായി ഇത് എഴുതിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നെ ആരും എന്നെപ്പോലുള്ള എഴുത്തുകാരികളൊന്നും ഈ അക്കാദമിക ലോകം വലിയ ബുദ്ധിജീവികളായിട്ടൊന്നും അംഗീകരിച്ചു. കാരണം ഒന്ന് ഡോക്ടറേറ്റ് ഇല്ല, പിന്നെ കോളേജിൽ പഠിപ്പിച്ചില്ല. ഭാഗ്യമാണ് ഇത് രണ്ടും ഞാൻ പോയത്. കാരണം അതുകൊണ്ട് എന്താ ഗുണം, നമുക്ക് പിന്നെ വളരെ ശുദ്ധ മലയാളത്തിൽ എഴുതാൻ സാധിക്കും, ലളിതമായ മലയാളത്തിൽ എഴുതാൻ സാധിക്കും. ഇംഗ്ലീഷിനെ പിടിച്ച് കെട്ടി ചില വാക്കുകൾ ഉണ്ടാക്കി ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ബൗദ്ധിക സർക്കസ് ഒന്നും നടത്താൻ എനിക്ക് വയസ്സുകാലത്ത് കേൾക്കില്ല. അതുകൊണ്ട് സിമ്പിൾ മലയാളത്തിൽ എഴുതാൻ നമുക്ക് സാധിക്കും. എന്നാൽ അക്കാദമിക പാണ്ഡിത്യമാകട്ടെ, സാറ് പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് കേട്ടോ. ചില വാക്കുകൾ അത് ചിലരുടെയൊക്കെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും പ്രഭാഷണങ്ങൾ കേൾക്കി ലേഖനങ്ങളും വായിച്ചാൽ കുറെ സ്ഥിരം വാക്കുകളുണ്ട്. അക്കാദമിക് ഒരു ജാർഗൻ ഉണ്ട്. അതാണ് ആളുകളെ ഈ മലയാള ഭാഷയിൽ പുതിയ ആശയങ്ങൾ ഗ്രഹിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൃത്രിമത്വമാണ്, അക്കാദമിക മലയാളത്തിന്റെ കൃത്രിമത്വമാണ് എന്നുകൂടി പറയാൻ. ഈ ഏറ്റവും കൃത്രിമത്വമില്ലാതെ വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോർജ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ പറയേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇടപെടുന്നത് മാത്രം. അവരോടുകൂടി നമ്മുടെ ഈ മീറ്റിംഗ് ആയിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ആദ്യമായി പ്രൊഫസർ മാത്യു ഫ്ലാറ്റ് സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ മഹത് വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, എനിക്ക് 10 മിനിറ്റാണ് സമയം. കെ ജയകുമാർ സാറിനെ 1990-കളിൽ ഞാൻ 2 വട്ടം ക്ഷണിക്കുകയും ഞങ്ങളുടെ മെയ്ബേബി സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ചൈതന്യ പാഠത്തിൽ തന്നകത്ത് ഒരു 10 വർഷം നടത്തിക്കൊണ്ട് പോയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ 2 വട്ടം അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം വരികയും അതിമനോഹരമായി കുട്ടികളോട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളെ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു ഒരാഴ്ചത്തേക്ക് പഠിപ്പിക്കുക. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നല്ല നിലയിൽ പോയത്. സാറിന്റെ മാത്രമല്ല, സാറിന്റെ പിതാവിനെയും അച്ഛനെയും എനിക്കറിയാം. അത് കണ്ടതുകൊണ്ടല്ല, സിനിമ കണ്ടിട്ടാണ്. എന്റെയൊക്കെ യൗവനത്തിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്യുന്ന സിനിമ, കൃഷ്ണക്കാരൻ എംജിആർ അഭിനയിച്ച സിനിമയൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലെ കൊട്ടകയിൽ ഇരുന്ന് കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയാണ്. കൃഷ്ണക്കാരൻ അതേപോലെ അന്നത്തെ വളരെ പ്രശസ്തമായ 2 സിനിമകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കുട്ടിക്കുപ്പായം, അതേപോലെ കാവുമേള തുടങ്ങിയ സിനിമകൾ, നല്ല പാട്ടുകൾ ഇതൊക്കെ എന്റെ കൗമാരകാലത്തിലെ വലിയ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എം കൃഷ്ണൻ നായർ പിന്നീട് സാഹിത്യവാരപരമെടുത്ത കൃഷ്ണൻ നായരായി മാറി. അങ്ങനെ വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് മാറി. ഒരു കൺഫ്യൂഷൻ പിന്നെ ആൾക്കാർക്കുണ്ടായി. അദ്ദേഹത്തിന്റെ ആ വലിയ അച്ഛന്റെ കലാകാരന്റെ സംവിധാനം, ആ കാലഘട്ടത്തിലെ 100ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ മകനാണ് ഇദ്ദേഹം. IAS കളക്ടറോ IAS ഓഫീസറോ അങ്ങനെ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രിയങ്കരം. സുകുമാർ അഴീക്കോടിന്റെ സാന്നിധ്യം നമുക്കൊരു അസാന്നിധ്യമായി തോന്നാത്ത രീതിയിൽ പടർന്നുകൾ അദ്ദേഹം ഈ വേദിയിൽ നിന്ന് എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഭാരതീയ പ്രഭാഷണ പരമ്പരയിൽ ജോർജയുടെ പല പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ പലപ്പോഴും മാഷ് ഇവിടെ ഉണ്ടായിരുന്നു. മാഷോടൊപ്പം ഈ വേദി പങ്കിടാനും പ്രസംഗിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ അഭാവം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് ജയകുമാർ സാർ പറയുകയും ചെയ്തു. അഴീക്കോട് മാഷിന്റെ ചില പ്രസംഗങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ ഞാൻ കേൾക്കും. ഞാൻ റിട്ടയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഇങ്ങനെ കേൾക്കും, സന്തോഷമാണ്. അപ്പോ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രസംഗം ഒരു മാസം മുമ്പ് കേൾക്കാനിടയായപ്പോ അത് ഇതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അന്ത്യനാളുകളിൽ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂർ കോടാനുകോടികൾ മുടക്കി സർവ്വസന്നാഹങ്ങളോടുകൂടിയ മീഡിയകളോടുകൂടി 45 മണിക്കൂർ ധ്യാനം വീഴും. അദ്ദേഹം മറ്റൊരു വിവേകാനന്ദനായി. ആ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് അഴീക്കോട് മാഷിൽ പ്രവചിച്ചു. അതാണ് ആ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഞാൻ പോലും ആദ്യം ശ്രദ്ധിച്ചില്ല ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു. 3 വർഷം 15 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ ഒരു കാലത്ത് അദ്ദേഹം പറയുന്നു, ആ പ്രസംഗത്തിൽ പറയുന്നത് ഇതാണ്: അല്ലയോ നരേന്ദ്രമോദി, താങ്കൾ ഓർമ്മിക്കുക, ഭാരതീയത, ഹിന്ദുസം എന്താണെന്ന് താങ്കൾ അറിയണമെങ്കിൽ താങ്കളുടെ പേരുകാരനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു നരേന്ദ്രൻ. ആ നരേന്ദ്രനാണ് വിവേകാനന്ദനായത്. താങ്കൾ ഭാരതീയതയെ കുറിച്ച് അറിയണമെങ്കിൽ, ഈ ജീവിതത്തെ കുറിച്ച് അറിയണമെങ്കിൽ, ഹിന്ദുസത്തെ കുറിച്ച് അറിയണമെങ്കിൽ താങ്കളുടെ പേരുകാരനായ ആ നരേന്ദ്രനിലേക്ക് വിവേകാനന്ദനിലേക്ക് തിരിച്ചു പോകണം, അത് കണ്ടെത്തണം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു. ആ വിവേകാനന്ദ പാറയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി തപസ്സിരുന്നത്. 1892 3 ദിവസം നമ്മുടെ വിവേകാനന്ദൻ അവിടെ തപസ് ചെയ്യും. മഹാസാഗര ഗർജനങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഒന്നുമില്ല, ആകാശം. ആ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് 3 രാത്രികളിൽ ആ അലക്കരയുന്ന സമുദ്രങ്ങളുടെ ഉള്ളിൽ ഒരു പാറയിൽ അദ്ദേഹം നീന്തി കടന്നിയെന്ന് തപസ് ചെയ്യും. അവിടെയാണ് ആധുനിക നരേന്ദ്രൻ പോയി 45 മണിക്കൂറിൽ തപസ് ചെയ്തു. അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട് എന്റെ മനസ്സിലേക്ക് അപ്പോൾ വരികയുണ്ട്. കാലം എങ്ങനെ പോയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ മാഷോടെ സാറോടെ സൂചിപ്പിക്കുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ. അപ്പോ ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ സുവർണഴികൊണ്ടിന്റെ പല പ്രസംഗങ്ങൾ കേൾക്കാം. അത് കാരാധിപത്യമാണ്, അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമെന്നാണ് എന്റെ മനസ്സിലിരിക്കുന്നത്. നാം ഇന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം ഇത് അച്ഛൻ ഇവിടെ നടത്തിയ പുസ്തകങ്ങളാണ്. മഹൽ വ്യക്തികളെ കുറിച്ച് അന്നും ഞാനിവിടെ വേദിയിൽ സദസ്സിലുണ്ടായിരുന്നു. 2 വട്ടം വേദിയിൽ അഴീക്കോട് മാഷിനോടൊപ്പം ഇരിക്കാനും ഭാഗ്യമുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. മഹൽ വ്യക്തികൾ നമ്മൾ അറിയണം. ഇവിടെ പറഞ്ഞു, CG സാർ പറഞ്ഞു, ഇങ്ങനെയുള്ള മഹത്തായ വ്യക്തികളെ കുറിച്ചുള്ള എല്ലാവരും പഠന പാഠപുസ്തകങ്ങളാകണം. ഇത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവര് കുറച്ചു പേരാണ്. അവരവരുടെ ഒട്ടൊക്കെ വരേണ്ടി വർഗവുമാണ്. സാധാരണ മനുഷ്യനിലേക്ക് ഈ വെളിവും വെളിപാടുകളും കടന്നു ചെല്ലാറില്ല, അതിനുള്ള അവസരവും ഇല്ല. നമുക്ക് അറിയാതെയോ കുറച്ചു വർഷം അധികാരത്തിൽ ഇരുന്നാൽ ഞാൻ ദൈവമായി തീരുകയാണെന്നൊരു തോന്നൽ ചുമ ഉണ്ടാവുകയാണ് കുറെ പേര്. അതുകൊണ്ടാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 7 ദിവസം മുമ്പ് ഒരു നമ്മുടെ ഇന്ത്യൻ അധികാരി ഞാൻ ദൈവമാണോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയം തോന്നുകയാണ്. ആന്തരികമായി നമ്മൾ പലരും രൂപാന്തരപ്പെടുകയാണ്. ചിലര് എന്തിനാണ് ആന്തരികമാകുന്നത്?
കോടാനുകോടി പേരെ മനുഷ്യരെ പറ്റിക്കാൻ വഞ്ചിക്കാൻ. അതിന്റെ ഫലം നാം ഈ അടുത്ത ദിവസം ഇവിടെ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ കണ്ടു. ഒരു പാവപ്പെട്ട ദുഃഖദുരിതങ്ങളിൽ കഴിയുന്ന നിരാലംബരായ ഒരു ഗ്രാമീണ ജനത. അവർക്ക് എവിടെയാണ് ഒരു ആശ്വാസം? അവർക്ക് എവിടെയാണ് ഒരു അനുഗ്രഹം? അത് രാഷ്ട്രീയക്കാരിൽ നിന്ന്, അവരുടെ ഭരണകർത്താക്കളിൽ നിന്ന്, അവരുടെ മേലാധികാരികളിൽ നിന്ന്, മതത്തിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ എന്റെ അടുക്കൽ വരൂ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അനുഗ്രഹത്തിന്റെ കൈകളുയർത്തിയെങ്കിൽ നിൽക്കുകയാണ്. ജനം ഈയാമ്പാറ്റുകൾ പോലെ പാവപ്പെട്ട ജനം, ദുഃഖദുരിതങ്ങളിൽ, യാതനകളിൽ പെട്ടുഴരുന്ന ജനം ഒരു ആശ്വാസത്തിന് വേണ്ടി ഓടിച്ചെല്ലും. ആ ഓർമ്മക്കാവാണ്, ആ അന്ധതയാണ്, ആ അറിവില്ലായ്മയാണ് അവരെ മരണത്തിലേക്ക്, 121 പേരുടെ മരണത്തിലേക്ക് അവിടെ വീഴ്ത്തിയത്. എന്തിനാ ബാബയുടെ അനുഗ്രഹം തേടാൻ? എന്തിനാ ബാബയുടെ പാദസ്പർശമേറ്റ മണ്ണ് കയ്യിലെടുക്കാൻ? ആരവരെ എന്ത് പഠിപ്പിക്കും? ഈ കുമാരോശൻ പറഞ്ഞതുപോലെ ഈ അന്ധതയിൽ, ഈ അന്ധകൂപത്തിൽ, ഇരുളും തിങ്ങി നിൽക്കുന്ന ഈ അന്ധകൂപത്തിൽ കതിരവരുടെ ചെറുകിരണവും കാമ്യമല്ലേ? അവിടെയാണ് അച്ഛനെ പോലെയുള്ള മഹൽ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, വാക്കുകൾ അങ്ങനെ മുഴങ്ങുന്നത്. പക്ഷെ അതെത്തുന്നത് എത്തേണ്ടവരിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദുഃഖം. ഇവിടെയും മറ്റൊന്നുമല്ല, ഇവിടെയും എത്രയോ പേര് ഈ അന്ധകൂപത്തിൽ കടന്നിട്ട് ഒരു വെളിപാടിനും വെളിച്ചത്തിന് വേണ്ടി എവിടെയെല്ലാം ഓടിപ്പോകുന്നു. അട്ടപ്പാടിക്ക് പോകുന്നു, അടക്കരയ്ക്ക് പോകുന്നു, കോട്ടയ്ക്ക് പോകുന്നു, കൃപാസനത്തിലേക്ക് ഓടുന്നു. ചിലർ കൃപാസനം പത്രം തീർക്കുന്നതിന് അരച്ചുപിടിച്ച് എയർപോർട്ടാകാൻ വേണ്ടി കഴിക്കുന്നു. എന്തെല്ലാം അന്ധതയാണ് ഇവിടെ! ഇതെന്താണ് ഇവിടെ? അല്ലാതെ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ് മതം, പുരോഹിതം. അതിനൊരു പുരോഹിതനാണ് മനുഷ്യനെ, അവന്റെ അന്ധതയെ, അന്ധതയെ നശിപ്പിക്കുക. മതമില്ലാത്ത രാജ്യം, ഞാൻ 4-5 രാജ്യം സന്ദർശിച്ച അടുത്ത കാലത്ത്. മതമില്ലാത്ത രാജ്യങ്ങളാണ് സ്വിറ്റ്സർലൻഡ്, ഫിൻലാൻഡ്, വിയന്ന, ഓസ്ട്രിയ. എന്തൊരു മനോഹരം, എന്തൊരു സുന്ദരം, എന്തൊരു ശാന്തത! ഞാൻ വിയന്നയിൽ ഒരാഴ്ച താമസിച്ചു. എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. രാജഗാന്ധിയുടെ പീഠങ്ങളിലൂടെ ഞാൻ നടന്നു. ഒരു ബഹളമില്ല, അലമ്പില്ല, ഒന്നുമില്ല. വളരെ സുന്ദര, മനോഹരം, ശാന്തം. നമ്മളിവിടെ ഒഴുകുകയാണ് അങ്ങോട്ട്. എന്താ ഓടുന്നത്? അവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ സമാധാനം, ശാന്തതയാണ്, സ്വസ്ഥമായ ജീവിതം. ഇവിടെ സ്വസ്ഥതയുള്ളൂ. ഇവിടെ എവിടെ ആരാ സ്വസ്ഥത തരുന്നത്? അസ്വസ്ഥതയാണ്. ഞാൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതി. പള്ളിയിൽ ഞങ്ങൾ മനുഷ്യൻ ജന്മായ പള്ളിയിൽ ചെല്ലുന്ന ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലുന്ന പുരോഹിതന്മാർ വേദിക്ക് വഴക്ക് തോളുവാൻ വയ്യാതെ മൊത്തം ശകാരവും തിരിച്ചു പോരുന്ന അസ്വസ്ഥനായിട്ടാണ്. ഞാൻ ചിലപ്പോൾ അച്ഛൻ്റെ ദേവലോകമാണ് അച്ഛൻ്റെ വീട്ടിൽ ചെയ്യും. വൈകുന്നേരങ്ങൾ ഞങ്ങൾ അവിടെ ഇരിക്കും, പത്തുവാനൊക്കെ പറയും. അച്ഛൻ കട്ടൻചായ തരും. ഞാൻ തിരിച്ചു പോരുന്നത് വളരെ ശാന്തനായിട്ടാണ്, സ്വസ്ഥനായിട്ടാണ്. ഈ സ്വസ്ഥത നമ്മൾ അസ്വസ്ഥതയിൽ നിന്നും രൂപപ്പെടുകയും ദൈവമേ നമുക്ക് ഇതുപോലെയുള്ള പല വ്യക്തികളെ കുറിച്ചുള്ള അറിവുകൾ മനുഷ്യന്റെ ഈ അന്ധകാലത്തിൽ പ്രകാശപൂരിതമാകട്ടെ. ഞാൻ ഇതിനകത്തുനിന്ന് അച്ഛൻ്റെ പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ കാർസാഗിലേക്ക് അറിയുന്നത്. കാർസാഗിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കോസ്മോസിലേക്കും ഒക്കെ പോവുക, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അപ്പൊ ഞാനൊരു അധ്യാപകനായി. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോ, അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫിസിക്സ് അധ്യാപകൻ പറയുക, സ്പേസിനെ കുറിച്ച് പറയുക, മാറ്ററിനെ കുറിച്ചൊക്കെ പറയുമ്പോ, മാറ്റർ ഈസ് സ്പേസ് ആൻഡ് ഹാസ് നോ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുട്ടി, കാർസാഗൻ എന്ന് പറയുന്ന കുട്ടി, then what is space are? ഒരു ചോദ്യം. അപ്പൊ ഈ മാറ്ററിനെ കുറിച്ച്, സ്പേസിനെ കുറിച്ച് മാറ്റർ പറഞ്ഞപ്പോൾ ഈ കുട്ടി then space, what is space are? കാർസാഗൻ കുട്ടി ചോദിച്ചു. Get out, you get out and find out yourself that bloody space. അധ്യാപകൻ കാർസാഗൻ കുട്ടിയോട് പറഞ്ഞു. അവൻ വീട്ടിൽ പോയി
അദ്ദേഹം അന്ന് രാത്രിയിൽ അവന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ആകാശത്തേക്ക് സ്പേസിലേക്ക് നോക്കി നിന്നു. ആ കുട്ടിയാണ് ചൊവ്വായിലേക്ക് വൈദ്യുതി വിട്ടത്. അവനാണ് നാസയിലെ ഡയറക്ടറായത്. അവനാണ് നോബൽ സമ്മാനം നേടിയത്. ആയുസ് കൊടുത്തില്ല, 62ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രശസ്തമായ പുസ്തകത്തിന് എ ബ്രീഫ് ലിസ്റ്റ് ഓഫ് ടൈമിന് പ്രിഫേസ് എഴുതിയത് ഈ കാൾ സാഗറാണ്. ആ കാൾ സാഗറിന്റെ അവസാന വാചകം, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ആ പ്രിഫേസ് അവസാനിക്കുക. ആരോട് പറയും ഇതൊക്കെ? മഹാജനത അന്ധതയിലും അന്ധവിശ്വാസങ്ങളിലും വഞ്ചനകളിലും കാപട്യങ്ങളിലും പെട്ടുള്ളിലേക്കാണ്. അച്ഛൻ്റെ ഈ ഇതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്ന ആരാ? നമ്മളെ പോലുള്ളവർ. നമുക്കോ കുറച്ചൊക്കെ വെളിപാട് വന്നു കഴിയും. കുറച്ച് വെളിവെങ്കിലും കൊണ്ട് കുറെ പ്രതിരോധിക്കാൻ സാധാരണ ജനത്തിന് ആര് എവിടെ വെളിവ് കൊടുക്കും? അവർക്ക് വെളിവ് കൊടുക്കുന്നത്, അവർ ഓടിച്ചെല്ലുന്നത്, അവരെ വഞ്ചിക്കുന്ന, അവരുടെ ആത്മീയതയെ പറ്റിക്കുന്ന ആദൈവങ്ങളിലേക്കും അതേപോലെയുള്ള ആൾക്കാരിലേക്കുമാണ്. എല്ലാം നന്മയ്ക്കായി പങ്കെടുത്ത് അച്ഛൻ്റെ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യ വ്യക്തികൾ, എനിക്ക് വളരെ ധന്യമായ ഒരു ദിവസവും നിമിഷങ്ങളുമാണ് ഈ അതിവിശിഷ്ട ഗ്രന്ഥം. പറയുന്ന പോലെ എൻ്റെ രചയിതാവ് ജോർജച്ചനും അതിനെ പ്രകാശിപ്പിച്ചത് ജയകുമാർ സാറും അവതരിപ്പിച്ചത് കാവ്യം സുധയും കഥരാഹവിയും കർത്താവ് തുല്യത്തുളവായ ദിവ്യം എന്നൊക്കെ പറയുന്നവരുള്ള ഒരു അനുഭവമാണ്. ഇങ്ങനെ 3 പ്രഗത്ഭ വ്യക്തികളുടെ അവതരണത്തിൽ കൂടിയാണ് ഈ ഗ്രന്ഥം എൻ്റെ കൈവശമെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിയുടെ നിമിഷങ്ങളാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിലേക്കൊന്നും പോകുന്നില്ല. ഈ ഗ്രന്ഥകാരനെ പറ്റി ചില റിഫ്ലക്ഷൻസ് പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയത്തിൻ്റെ കുറവുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എങ്കിലും അനുഭവം ചിന്തിച്ചു പോവുകയായിരുന്നു. എൻ്റെ വിഷയം മനോവൈജ്ഞാനികമാണ്. സൈക്യാട്രി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഞാൻ അല്പമൊക്കെ പഠിക്കുകയും പ്രയോഗിക്കുകയും ഇപ്പോഴും അതിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുന്നത്. ഈ വിചാരശില്പി എന്ന് പറയുന്നത്, വിചാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിചാരം എന്ന് പറയുന്നത്, അല്ലെ ചിന്ത എന്ന് പറയുന്നത് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. നമ്മൾ സയൻസിൻ്റെതായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിന്ത എന്ന് പറയുമ്പോൾ, അല്ലെ വിചാരം എന്ന് പറയുമ്പോൾ അതിന് ചില അമൂർത്തതകളൊക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അത് നമ്മുടെ മസ്തിഷ്കം, മനുഷ്യ മസ്തിഷ്കം, അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ചിന്ത. എന്നാണ് ഒരു ചിന്താശേഷി മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉണ്ടായെന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു അനുകൂല അഭിപ്രായങ്ങളൊന്നും, അല്ലെ ഏകരൂപമായ അഭിപ്രായങ്ങളൊന്നുമില്ല. മേ ബി 20,000 വർഷം എന്ന് പറയുന്നവരുണ്ട്, 2 ലക്ഷം വർഷം എന്ന് പറയുന്നുണ്ട്. അത് ചിന്ത എന്താണ് എന്ന് നമ്മൾ നിർവചിക്കുന്ന പോലെ എന്താണെങ്കിലും അങ്ങനെ വരുന്ന ചിന്തിക്കുന്ന ഒരു ജൈവ പിണ്ഡം മസ്തിഷ്കം ഈ പ്രപഞ്ചത്തിലെ മറ്റേതെങ്കിലും ഗ്രഹത്തിലൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അറിവില് ഇന്നിപ്പോ ഭൂമി എന്ന് പറയുന്ന കാൽസാരൻ പറഞ്ഞത് പെയിൽ ബ്ലൂ ഡോട്ട് ആകാശത്തിലേക്ക് ആ നേരിയ നീലപ്പൊട്ട് അതിനകത്തിരിക്കുന്ന ഈ ഹോമോസാപ്പി എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറിനകത്ത് ഉണ്ടായ ഒരു അത്ഭുത വിസ്മയ പ്രതിഭാസമാണ് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ആ ചിന്തയാണ് മനുഷ്യനെ താനുണ്ടായ പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടി പോകാത്തക്ക രീതിയിലൊരു പ്രാപ്തി ഉണ്ടാക്കിയെടുത്തത് ഈ ചിന്താശേഷിയാണ്. ആ ചിന്താശേഷി മസ്തിഷ്കത്തിന്റെ ഒരു സവിശേഷമായ ഒരു ഉൽപ്പന്നമാണ്. അതില് ഈ ലക്ഷം പുരുഷന്മാരോ അല്ലെ ആളുകളോ ഉണ്ടെങ്കിൽ ലക്ഷണമൊത്തോ ഒന്നോരണ്ടോന്നൊക്കെ പറയുന്ന പോലെ ഈ ചിന്താശേഷി എല്ലാവരുടെയും തലച്ചോറിൽ ഒരേപോലെ കിട്ടത്തില്ല. അതിനകത്തൊരു സോഷ്യലിസം ഒന്നുമില്ല. മനുഷ്യന്റെ ബോഡി ഈസ് നോട്ട് എ സോഷ്യലിസ്റ്റ് എന്ന് നമ്മൾ പറയാം. ചിന്താപരമായിട്ടുള്ള തൃഷ്ണാപരമായിട്ടുള്ള കഴിവുകൾ, അങ്ങനെയുള്ള ചിന്തകളാണ് മാനവ ചരിത്രത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അനുകൂലമായ
മനുഷ്യ ജീവിതത്തിന്റെ ചിന്തകളായി അതിനെ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ചില വ്യക്തികളെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഇനിയും ഈ 34 എണ്ണമൊന്നും അല്ല, പലതും ഇത് ചേർക്കപ്പെടാത്ത 10 എണ്ണമെങ്കിലും ലേഖനങ്ങളോ അല്ലെ പ്രഭാഷണങ്ങളോ ലേഖനങ്ങളായി മാറിയ ആ വാക്കുവഴി പരമൊഴിയായിട്ട് മാറുന്ന 10 ലേഖനങ്ങളെങ്കിലും ഇനിയും അച്ഛൻ്റെ കയ്യിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അച്ഛൻ്റെ തലച്ചോറില് അതിലൊക്കെ ഒരുപാട് കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഒരു ടാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ മാർഗം, ഇപ്പോഴത്തെ ടെക്നോളജി, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് തലച്ചോറിലെ ഡാറ്റയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള വേറെ പുതിയ മാർഗം ഉണ്ടാകുന്ന കാലത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇതൊരു ഗ്രന്ഥരൂപത്തില് പുറത്തു വരുമ്പോൾ ഈ ഒരു ചിന്തകൾ പ്രപഞ്ചത്തെ മനുഷ്യ ജാതിയുടെ പുരോഗതിയെയും അധോഗതിയെയും ഒക്കെ നിർണ്ണയിച്ചിട്ടുള്ള ചിന്തകൾ, അത് പ്രത്യേകിച്ച് ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകളെ അത് ഡൗൺലോഡ് ചെയ്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് ലളിതമായ ഭാഷയിൽ ഇവിടെ ഞാൻ സി.പി. സാറൊക്കെ സൂചിപ്പിച്ച പോലെ വളരെ ലളിതമായ രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ആ ലാളിത്യം തന്നെ പാരായണത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നൈപുണ്യം എന്ന് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു വലിയ തപസ് ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ഒരു ഡൈജസ്റ്റ് വായിക്കുമ്പോൾ ഒരു പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ ലാളിത്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് എഫർട്ട് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വളരെ നന്ദിയോടുകൂടി വളരെ കൃതജ്ഞതയോടുകൂടി ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പം ഞാനും അച്ഛനൊക്കെ ആയിട്ട് ചെറിയ സംഭാഷണങ്ങളൊക്കെ നടക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി ലെവലിലേക്ക് നമ്മൾ പോകാത്തതിൻ്റെ പ്രശ്നമാണ്. അവരവരുടെ സ്പെഷ്യാലിറ്റികളിൽ നമ്മളൊക്കെ മോർ ആൻഡ് മോർ തിങ്സ് അബൌട്ട് ദ ലെസ് ആൻഡ് ലെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മെഡിക്കൽ സയൻസിലാണെങ്കിൽ ഇപ്പം കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റിനെ പറ്റി നമുക്കറിയാം. പക്ഷെ ഇപ്പം കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ല, റെറ്റിനയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, വിട്രിയസിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്കുള്ള ഒരു സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് കൂടുതൽ അറിവുകൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി കിട്ടുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ സമഗ്രത നമുക്ക് നഷ്ടപ്പെടും. ആ ഒരു ഹോളിസ്റ്റിക് അല്ലെ ജസ്റ്റാൾട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ജസ്റ്റാൾട്ട് നമുക്ക് നഷ്ടപ്പെടുക. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വായനകളെ ഒന്ന് പരന്നാലേ പറ്റുള്ളൂ, കുറച്ചുകൂടെ ആഴത്തിലായാലേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള രീതിയിൽ അല്ലെ ഇവിടെ നമ്മൾ പല സൂചിപ്പിച്ച പോലെ തന്നെ അല്പം കൂടെയൊക്കെ നമ്മൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പരമ്പരകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളും വായനകളും പോയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ സമഗ്രതയിലുള്ള ഒരു വികസനം ഉണ്ടാവുകയുള്ളൂ. അതിന് ഈ 34 വിഞ്ഞാച്ചൻ വീണ്ടും പ്രൊഡക്റ്റീവ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസി ബുക്സ് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഉണ്ടാകുന്നത് എല്ലാവരുടെയും കാഴ്ചകളെ കുറച്ചുകൂടെ വലുതാകുമെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. ഞാനൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഈ 34 എണ്ണത്തിലെ ഒരു 5-6 എണ്ണമെങ്കിലും ഡയറക്ട്ലി റിലേറ്റഡ് ടു മൈ സബ്ജക്ട്. അപ്പോൾ ഇവിടെ പല വിഷയങ്ങൾ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ റിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാകും. നമ്മുടെ ജയകുമാർ സാർ പറഞ്ഞു മെഡിസിനും മലയാളത്തിൽ പഠിക്കാം. വാസ്തവമാണ്, അത് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആംഗലേയത്തിൽ മാത്രമോ അല്ലെ ലത്തീനില്ല, പല മെഡിക്കൽ വേർഡ്സും ലാറ്റിൻ വേർഡ്സാണ് അല്ലെ പലത് ഗ്രീക്ക് വേർഡ്സാണ്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് സമാനമായിട്ടുള്ള ഭാഷകളിലൊക്കെ എൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ പ്രൊഫസർ ശേഷാദ്രിനാഥൻ അദ്ദേഹം പറയുമായിരുന്നു, വൈ ഈ സ്റ്റുഡൻസ് ആരും ഒരു ഡിസ്കഷൻ വരുമ്പോൾ അവരാരും വാ എനിക്കെന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നാളെ മുതൽ മലയാളത്തിൽ വരോടെന്ന് പറഞ്ഞു. അപ്പൊ ഡിഫറൻസ് അപ്പൊ ഞാനതൊന്ന് പരീക്ഷിച്ച് കുറച്ചൊക്കെ വിജയിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടേതായ ചിന്തകളെ നമ്മൾ ആവിഷ്കരിക്കുമ്പം അത് സയൻസ് എന്നോ വൈദ്യശാസ്ത്രമോ ഒന്നും അതിനകത്ത് കഥപരങ്ങളില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കും. അപ്പൊ അതിന് ഒരു വലിയ എഫർട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പകരം വയ്ക്കാനില്ലാത്ത, സിദ്ധി സാർ പറഞ്ഞ പോലെ നമുക്കതിനൊരു സമാനതകളില്ലാത്ത ഒരു എഫർട്ടാണ് ഈ ഗ്രന്ഥം നമുക്ക് തരുന്നത്. ബുദ്ധിപരമായിട്ട് നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി, വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന. ഈ പുസ്തകത്തിന് ധാരാളം വായനക്കാരുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് തലച്ചോറുകളെ ഈ ലൈറ്റ് കത്തിച്ചപ്പം ജയകുമാർ സാർ ഒരു ആത്മകഥ പറയുന്നത് അടുത്ത് നിന്നുകൊണ്ട് ഞാൻ കേട്ടു. മനസ്സിൽ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ മനസ്സിൽ പ്രകാശം ഉണ്ടാകുന്ന ഗ്രന്ഥങ്ങൾ ലേഖനങ്ങളായിട്ട്
ജയകുമാർ സാറിനും എൻ്റെ കൃതജ്ഞ സ്നേഹിതർക്കും ആദ്യമേ വണക്കം. അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. തിരുവിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആരംഭകാലത്ത് എനിക്ക് ചില ഓർമ്മകളുണ്ട്. ഒരിക്കലും മായാത്ത ഓർമ്മകളാണ്. എങ്ങനെയോ അതിൻ്റെ ആദ്യത്തെ ഒരു പഠന ബോർഡിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ തീർച്ചയായും ജയകുമാർ സാറാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ സമ്മേളനത്തിൽ ചെന്നപ്പോൾ ഒരു വാടകയ്ക്കെടുത്ത പഴയ വീട്, നിർജ്ജന പ്രദേശത്ത് ഒരു പഴയ വീട്ടിൻ്റെ മുകളിൽ നിലയിൽ ഒരു മുറി, ആ മുറിയുടെ നടുക്ക് ഒരു ചെറിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്താണ് പഠന ബോർഡിൻ്റെ ചർച്ചകൾ നടക്കുന്നത്, മറുവശത്ത് വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി അദ്ദേഹം അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങളുടെ മീറ്റിംഗിലും വന്ന് ചില കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് സർവകലാശാലയെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ. എത്ര ലളിതമായിരുന്നു എന്നുള്ളത്. 6 മാസത്തിനകം പക്ഷെ അവിടെ ഘടനകളൊക്കെ വന്നു, കോഴ്സുകളെല്ലാം ആരംഭിച്ചു. ലൈബ്രറിയിലെ ഓരോ പുസ്തകവും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെയാണ് ചുമതലപ്പെടുത്തിയത്. അത് പല വിഷയങ്ങളിലുള്ള ആളുകൾ പുസ്തകങ്ങൾ നിർദ്ദേശിക്കുകയും അതെല്ലാം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് എൻ്റെ ജയകുമാർ സാറിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചുമുള്ള എൻ്റെ നല്ല ഓർമ്മകൾ. ഇന്ന് എനിക്ക് വലിയ സന്തോഷവും വലിയ അത്ഭുതവുമാണ് സാർ സമയമെടുത്ത് ഇവിടെ ഞങ്ങളുടെ കൂടെ കുറെ സമയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. സാർ ഇവിടെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ഭാരതീയതയുടെയും ഗാന്ധി മാർഗത്തിന്റെയും കേന്ദ്രം അതാണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്നെ കൂടുതൽ വീണ്ടും പ്രചോദിപ്പിക്കുന്ന ഒരു സംഗതി അതാണ്. ഈ ധരയെ താങ്ങി നിർത്തുന്ന എന്താണ് എന്നുള്ള അന്വേഷണമാണ് ധർമ്മത്തെ കുറിച്ചുള്ള അന്വേഷണം. പ്രപഞ്ചത്തെ, ഈ വിശ്വത്തെ താങ്ങി നിർത്തുന്നത് എന്താണ്? അതാണ് ധർമ്മം. അപ്പൊ അത് നമ്മളിപ്പം ആസ്ട്രോഫിസിക്സോ കോസ്മോളജിയോ ഒക്കെ എടുത്താൽ അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം, ഈ നിരന്തരം വികസനമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഈ ഇൻഫ്ലേഷണറി യൂണിവേഴ്സ്, അതിങ്ങനെ ഗാലക്സികൾ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വെറും അകലമല്ല, അത് ആക്സിലറേറ്റിംഗ് ആണ്. അതിന്റെ അകലം കൂടുന്തോറും വീണ്ടും അത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അകലുന്ന ഈ പ്രപഞ്ചത്തെ എന്ത് ശക്തിയാണ് ഒന്നായി നിർത്തുന്നത് എന്നുള്ള ചോദ്യം ആസ്ട്രോഫിസിക്സിലും മറ്റും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഈ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് അവിടെയും ആ ചോദ്യം അതാണ്, എന്താണ് ഈ പ്രപഞ്ചത്തെ യഥാർത്ഥമായിട്ട് താങ്ങി നിർത്തുന്നത് എന്നുള്ളത്. അപ്പം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് വേണമെങ്കിൽ, ഗാന്ധിജിയുടെ ധർമാന്വേഷണ പരീക്ഷണങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് തർജ്ജമ കൊടുക്കാം. അത്രയധികം പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ സൃഷ്ടിച്ചിട്ടുള്ള 2 വാക്ക് പ്രധാനമാണെന്ന് നമ്മൾ ഇവിടെ തന്നെ അത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കരുണ, മറ്റത് ധർമ്മം. ഈ 2 വാക്കുകൾക്ക് തത്തുല്യമായിട്ട് നമുക്ക് മറ്റു ഭാഷകളിലെ വാക്കുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ഗാന്ധിയുടെ നഗ്നതയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അല്പവസ്ത്രധാരിയായ മഹാത്മാഗാന്ധി, ചർച്ചിന്റെ ഭാഷയിൽ അർദ്ധനഗ്നനായ ഫക്കീർ. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അരയിൽ ഒരു തുണി ചുറ്റി മുകളിലും ഒരു ചെറിയ തുണി ഇട്ടു. അത് നഗ്നതയിലേക്കുള്ള ഒരു നീക്കമാണ്. അത് സമ്പൂർണ്ണ നഗ്നായില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കഥയുണ്ടല്ലോ, റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ലണ്ടനിലെത്തിയ മഹാത്മാഗാന്ധിയെ ജോർജ് രാജാവ് കണ്ടു. അപ്പോ നല്ല ശീതകാലമാണ്. രാജാവ് നന്നായിട്ട് വേഷഭൂഷാദികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹം അരയിലൊരു മുണ്ടും ചുറ്റി, തോളിൽ മറ്റൊരു മുണ്ടും ചുറ്റിയാണ് നിൽക്കുന്നത്. അപ്പം വളരെ ഷോവിനിസ്റ്റിക് ആയിട്ട്, അത് വളരെ സഹതാപത്തോടെ ആണ് തീർച്ചയായിട്ടും ചോദിച്ചത്, മിസ്റ്റർ ഗാന്ധി ആർ യു കോൾഡ് എന്ന് ചോദിച്ചു. ഗാന്ധി ഞങ്ങൾക്ക് അങ്ങേക്ക് തണുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അതിന്റെ മറുപടി ഗാന്ധിജി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, യുവർ മജസ്റ്റി യു ആർ വെയറിംഗ് ഇനഫ് ഫോർ ബോത്ത് ഓഫ് us. നമുക്ക് 2 പേർക്കും വേണ്ടിയുള്ളത് ധരിക്കുന്നുണ്ട്. അപ്പം നഗ്നതയിലേക്ക് അദ്ദേഹത്തിന് നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം യേശുക്രിസ്തു കുരിശന്മേൽ നഗ്നനായിട്ട് തൂക്കപ്പെട്ടു എന്നാണ് സുവിശേഷം പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് കാണുന്ന ഈ ക്രൂസിഫിക്സ് എന്നും പൂർണ്ണമായ നഗ്നത കാണുന്നത്, ഒരു തുണി അവിടെ മറച്ചിട്ടും. പക്ഷേ നഗ്നനായിട്ട് കുരിശന്മേൽ തൂക്കപ്പെട്ടു എന്ന് തന്നെ സുവിശേഷമാണ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ വചനം കവികൾ അക്കമഹാദേവി, അതുപോലെ ഭാസ്കരൻ, ഇവരൊക്കെ
ഈ നഗ്നതയിലേക്ക് നീങ്ങിയവരാണ്. അതുപോലെ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിലുണ്ടായിരുന്ന ചില സന്യാസിമാരുണ്ട്. സന്യാസിമാര് അവിടെ ശിശിരകാലത്ത് മഞ്ഞ് വീഴുന്ന സമയത്ത് മോസ്കോയിൽ -45 -50 ഡിഗ്രി ഒക്കെ ഉള്ള സമയത്ത് സാർ ചക്രവർത്തി യുദ്ധം ജയിച്ച് വരുമ്പോൾ അവിടെ വലിയ നോമ്പുകാരൻ, അതായത് മത്സ്യമാംസാദികള്, മുട്ട, പാല് ഒന്നും കഴിക്കാത്ത അതിശക്തമായ വലിയ നോമ്പുകാലത്ത് പച്ച ഇറച്ചി കഷ്ണം ചവച്ചുകൊണ്ട് സാർ ചക്രവർത്തിമാരുടെ മുമ്പിൽ ചാടി വീണ സന്യാസിമാരുണ്ട്. എന്താണ് അദ്ദേഹം അവിടെ പോയിട്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ രക്തം കണ്ടിട്ടാണ് ഈ ചക്രവർത്തി തിരിച്ചു വരുന്നത്. ആ മുമ്പിലാണ് ആ പ്രവാചക ദൗത്യം അവർ നിർവഹിച്ചത്. അപ്പൊ അവിടെ എല്ലാം ഈ നഗ്നതയ്ക്ക് ഒരു വലിയ ഒരു പ്രവാചക വീര്യമാണ്. മഹാത്മാഗാന്ധി അതും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിലൂടെ കാണിച്ചു എന്നാണ് നമുക്ക് ചിന്തിക്കാൻ. രണ്ട് കാര്യം സാർ പറഞ്ഞതിനെ ഒന്ന് വീണ്ടും അതിന്റെ ആ ഒരു ശക്തി കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നപ്പോഴേ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് ഒരിക്കലും മുടങ്ങാതെ വന്നിരുന്ന ചില ആളുകളുണ്ട്. അതിലെ 2-3 പേരെ സ്റ്റേജിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ KM സീതി, അദ്ദേഹത്തോടൊപ്പം പ്രൊഫസർ PP രവീന്ദ്രൻ സാർ വരുമായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജയമോഹൻ, അങ്ങനെയുള്ള പല സുഹൃത്തുക്കളും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരെ 5 മണിക്ക് ശേഷം ഇവിടെ എത്തുമായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് പുന്നൂസ്, അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലെ ഒത്തിരി ജോലികളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്കും എങ്ങനെയും അദ്ദേഹം ഇവിടെ എത്തുമായിരുന്നു. അതുപോലെ ഒരാളാണ് മാത്യു പ്രാഗ് സാർ. അദ്ദേഹം ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇവിടുത്തെ. അപ്പൊ അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. താഴെ പല ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. 2-3 ചെറിയ കാര്യങ്ങളാണ് ഈ പ്രഭാഷണങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. നമ്മൾ ഇംഗ്ലീഷിൽ റണ്ണിങ് ത്രെഡ് എന്ന് പറയുന്നത് പോലെ ഇതിന്റെ സൂത്രം, ഇതിനെ പൊതുവായിട്ട് സംഘടിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യം. ഈ പറയുന്ന വിവിധ വൈജ്ഞാനിക ശാഖകളിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളുടെയും അടിയിൽ ആരാണ് മനുഷ്യൻ എന്ന് നമ്മൾ ചോദിക്കേണ്ട അങ്ങനെ ഒരു ദാർശനിക മാനം അതിലുണ്ട്. ഈ ഇംഗ്ലീഷിൽ നമ്മൾ ആന്ത്രോപോസെൻട്രിക് എന്ന് പറയുമല്ലോ, മനുഷ്യ കേന്ദ്രീകൃതം എന്നാണ് വാക്കിന്റെ അർത്ഥം. ആന്ത്രോപോസ് മനുഷ്യൻ എന്നുള്ള വാക്കാണ് ഗ്രീക്കുകാരുടെ. അപ്പോ നമ്മൾ ആലോചിക്കുമ്പോഴേ ഈ മതങ്ങളെല്ലാം ആന്ത്രോപോസെൻട്രിക്കാണ്. വാസ്തവത്തിൽ ഈ മനുഷ്യന്റെ മോക്ഷമാണ് അന്വേഷിക്കുന്നത്. ദൈവത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടും ഒരു മതത്തിന്. വാസ്തവത്തില് ഈ ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ മനുഷ്യന്റെ മോക്ഷമായതുകൊണ്ട് അത് ആന്ത്രോപോസെൻട്രിക്കാണ് മതങ്ങളെല്ലാം തന്നെ. പക്ഷെ നമ്മൾ വഴക്കുണ്ടാക്കുന്നതെല്ലാം ദൈവത്തിന്റെ പേരുകളിലാണ്. ദൈവത്തെ പറഞ്ഞുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. സയൻസ് എടുത്താലും ആന്ത്രോപോസെൻട്രിക്കാണ്. ഞാനിപ്പോ ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആഴ്ച 2 ദിവസമെങ്കിലും പോകാറുണ്ട്. ഞാനൊരു നിരീക്ഷകനാണ് വാസ്തവത്തില്. എനിക്ക് പല മേഖലകളിലും പല ഫാക്കൽറ്റികളിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് മുതലേ നാനോ ടെക്നോളജി വരെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നത് അവിടെ എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. വാസ്തവത്തിൽ സയൻസ് ടെക്നോളജി ആയിട്ട് മാറ്റിയിട്ട് ആ ടെക്നോളജി മനുഷ്യന് എങ്ങനെ ഉപയുക്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാബു തോമസ് സാറിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവിടെയും അതാണ് നാനോ ടെക്നോളജിയുടെ ഒത്തിരി സങ്കീർണതകളുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അത് മനുഷ്യ ജീവിതത്തിൽ എന്ത് പ്രയോജനം നൽകും എന്നുള്ളതാണ് ചോദ്യം. നിർഭാഗ്യവശാൽ ഈ പ്രയോജനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന സാധാരണ മനുഷ്യരല്ല കൂടുതലും. അത് വലിയ വലിയ സാമ്രാജ്യ ശക്തികളാണ്. ആയുധങ്ങൾ ഉണ്ടാക്കാനും യുദ്ധം നടത്താനും കൊല്ലാനും നശിപ്പിക്കാനും നിർമൂലമാക്കാനുമുള്ള താല്പര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം രാഷ്ട്രീയം എടുത്താലും മതമെടുത്താലും ശാസ്ത്രമെടുത്താലും ഈ ആന്ത്രോപോസെൻട്രിക് മനുഷ്യ കേന്ദ്രീകൃതം എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമാണ്. ഈ മനുഷ്യ കേന്ദ്രീകൃതം എന്നുള്ളത് കുറെ കഴിഞ്ഞപ്പം മനുഷ്യൻ അത് പുരുഷ കേന്ദ്രീകൃതമാക്കി. അതാണ് നമ്മുടെ ചരിത്രം നോക്കിയാൽ അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് അതിനോട് അല്പം ഒരു മാറ്റം അതിന് വന്നതോടെ അല്പം മാറ്റമേ വന്നിട്ടുള്ളൂ. അതും ചില പ്രത്യേക സമൂഹങ്ങളിൽ, എല്ലാ സമൂഹങ്ങളിലും ആയിട്ടില്ല. അപ്പം മനുഷ്യ കേന്ദ്രീകൃതം പുരുഷ കേന്ദ്രീകൃതമാണ്. യൂറോപ്പിലെ അടുത്തകാല ചരിത്രം, 2ാം ലോകയുദ്ധത്തിന്റെയൊക്കെ ചരിത്രം എടുത്താലായിട്ട് ഈ പുരുഷ കേന്ദ്രീകൃതം എന്നുള്ളത് എന്താണ്? വെള്ളക്കാരുടെ കൊളോണിയൽ പീരീഡിൽ എന്താണ് വൈറ്റ് സെന്റേഡ് എന്നുള്ളതാണ്. മനുഷ്യൻ പുരുഷനാണ്, പുരുഷൻ വെള്ളക്കാരനാണ്. ആ വെള്ളക്കാരിൽ തന്നെ ഹിറ്റ്ലർ വന്നപ്പോഴത്തേക്ക്
ആ ജർമ്മൻകാരാണ്. വെറും ജർമ്മൻകാരനല്ല, ആര്യനായ ജർമ്മൻകാരനാണ്. അവിടെയാണ് പ്രശ്നം. ഇതെപ്പോഴും ഉണ്ട്. അതാണ് ഈ ആന്ത്രോപോസെൻട്രിക് എന്നുള്ള വാക്കിന്റെ പ്രശ്നം. അത് മനുഷ്യൻ പുരുഷനാണെന്നുള്ള സങ്കല്പം നമുക്കുമുണ്ട്. അതുകൊണ്ട് ഒരു തിരിച്ചുള്ള ഒരു ചിന്ത ലോകത്തിലുണ്ട്. ഈ നമ്മളിവിടെ അവതരിപ്പിച്ച ചില ചിന്തകളിലൊക്കെ അതുണ്ട്. പക്ഷെ അതൊന്നും അത്ര വ്യക്തമായിട്ട് വന്നിട്ടില്ല. ഈ നമ്മള് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമത്, ശാസ്ത്രം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ശാസ്ത്രം തന്നെ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ടീരിയോളജി എന്നൊരു വാക്കുണ്ട്. നമ്മുടെ അന്തിമ ലക്ഷ്യം, അന്തിമ ഉദ്ദേശ്യം എന്താണെന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനത്തെ ചോദ്യം ശാസ്ത്രത്തിന് ഇല്ല. അത് ആഴമായിട്ട് പലതിലേക്ക് പോകുന്നുണ്ട്. ഗവേഷണങ്ങളെല്ലാം വളരെ സങ്കീർണമായിട്ടും ഡീപ്പായിട്ടും പോകുന്നുണ്ട്. പക്ഷെ എന്തിനാണ് നയിക്കുന്നതെന്ന് ഈ ഡോക്ടർ എഡ്വേർഡ് വിൽസനെ പോലുള്ള ആളുകൾ കൺസീലിയൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഇവിടെ ഒരിക്കലും അത് അവതരിപ്പിച്ചതാണ്. അപ്പം അതിൻ്റെ ഈ ചോദ്യം ഇതാണ്: ഈ വിവിധ വിജ്ഞാന ശാഖകളെല്ലാം കൂടി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും അതിന് ഉത്തരമില്ല. അത് പ്രപഞ്ചത്തിന്റെ ചോദ്യം പറയാം. ഈ അരിക്ഷണ വികസനമായ പ്രപഞ്ചം എങ്ങോട്ടാണ് വികസിക്കുന്നത് എന്നുള്ള ചോദ്യം ഉത്തരം പറയുന്നില്ല. അവിടെ സ്പേസ് ഉണ്ടോ അങ്ങനെ വികസിക്കാനായിട്ട്? എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് പൂർണ്ണമായ അജ്ഞതയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അതുകൊണ്ടാണ് പല വൈജ്ഞാനികരും ഈ ഹോളിസ്റ്റിക് നോളജ്, അറിവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെ സമഗ്രമായിട്ട് ഒന്നായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത്. അത് നമ്മുടെ ഒരു റണ്ണിങ് ത്രെഡായിരുന്നു ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പെട്ട്. മൂന്നാമത്തെ ഒരു ചോദ്യം ഈ ഭാവിയെ കുറിച്ചുള്ളതാണ്. മനുഷ്യന്റെ ഭാവിയെ കുറിച്ചുള്ള ചോദ്യം. ഇതൊരു വലിയ ഒരു പ്രശ്നമാണ്. കാരണം ഈ ഭാവി ഇപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാവി വളരെ വളരെ എന്താണ് തൊട്ടടുത്ത് തന്നെ അറിഞ്ഞു പോകുന്ന ഭാവിയാണെന്നുള്ളത്. ഇപ്പോ നിങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഈ ആസ്ട്രോയിഡ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ആസ്ട്രോയിഡ് അടുത്താൽ നമ്മുടെ ഇവിടുത്തെ സകല ജീവജാലങ്ങളും ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാം. ഇപ്പോ ടെക്ടോണിക് പ്ലേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തന്നെ 2 ഭൂഖണ്ഡങ്ങളായിട്ട് മാറുന്ന ഇപ്പോൾ ചെല്ലു പറയുന്നത്. ഇതിനടിയിലൊരു സംഗതി ഇങ്ങനെ ടെക്ടോണിക് പ്ലേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോളാർ സ്റ്റോം ഉണ്ടായാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സകല കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർന്നു പോകും. നമ്മുടെ ഡിജിറ്റൽ സൈബർ വേൾഡിലെ സകല സംവിധാനങ്ങളും തകർത്ത് കളയാനായിട്ട് സോളാർ സ്റ്റോം, അത് കാനഡയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ചില പ്രാദേശികമായിട്ട്. അതും സംഭവിക്കാം. ഈ അടുത്ത കാലത്ത് നിര്യാതനായ യൂർഗൻ മോൾട്ട്മാൻ എന്നുള്ള ജർമ്മൻ ചിന്തകൻ പറയുന്നത് പോലെ ഈ മനുഷ്യനെ ഈ ബൈബിളിൽ സകല ചരാചരങ്ങളുടെ മേലും ഈ വാഴുക എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞതായിട്ട് ഒരു വാചകമുണ്ട്. പക്ഷെ സകല ചരാചരങ്ങളുടെ മേലും വാഴുക, പക്ഷേ പ്രകൃതിയുടെ ഭാവവ്യത്യാസങ്ങളിന്മേൽ, കാലാവസ്ഥയുടെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും മനുഷ്യന്. ഫ്ലഡ് വന്നാൽ ഫ്ലഡ് വന്നു, ഭൂകമ്പം ഉണ്ടായാൽ ഭൂകമ്പം ഉണ്ടായി, സുനാമി വന്നാൽ സുനാമി വന്നു. അല്പം മുൻപേ അതൊക്കെ പ്രവചിക്കാനായിട്ട് ചിലർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു 2018 സംഭവിച്ച സംഗതി. അപ്പൊ ഇതിന്മേൽ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മനുഷ്യൻ, ആരാണ് മനുഷ്യൻ എന്നുള്ളത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ
നന്ദിയോടുകൂടി അഴീക്കോട് മാഷിനെ ഓർക്കുന്നു. കാരണം എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ. അദ്ദേഹം അമല ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞങ്ങളോട് കാണാൻ ചെന്നു. അദ്ദേഹം തീരെ അവശനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടവിടെ ചോദിച്ചു, അടുത്ത പ്രഭാഷണം എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ വളരെ നന്ദിയോടുകൂടി വീണ്ടും നമ്മുടെ ഡോക്ടർ കോളമാലി, അദ്ദേഹം വാസ്തവത്തിന്റെ സംഘാടകൻ, എന്നെ ക്ഷണിച്ചു. മാത്രമല്ല നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെയേറെ നന്ദി എൻ്റെ പ്രിയ സ്നേഹിതൻ കോളമണലിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതനില്ലാത്ത നമ്മുടെ മാധ്യമ ലോകത്തെ മഹാനായ എസ് ജയേന്ദ്രൻ നായർ, അദ്ദേഹം സമകാലിക മലയാളത്തിന്റെ എഡിറ്ററായിരുന്നു. ഇവിടെ ഈ പ്രസംഗം 3 അംഗം കഴിയുന്ന ഉടനെ അദ്ദേഹം ഫോൺ ചെയ്യും, നേരിട്ട് ഫോൺ ചെയ്യും. എത്രയും പെട്ടെന്ന് അത് എഴുതി തരണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കുറച്ച് നോട്ടുകളും അതൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിർബന്ധങ്ങൾ, അദ്ദേഹം മഹാനായ ഒരാളാണ്. അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് നിരസിക്കാൻ സാധിക്കുകയില്ല.